എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി അടയാളം ലഭിക്കാൻ ഞാൻ എല്ലാവരെയും ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ നീ എവിടെ പോകുന്നുവോ, ആരോട് സംസാരിക്കുന്നുവോ, എന്ത് ചെയ്യുന്നുവോ, നിന്റെ ഉദ്യമങ്ങൾ, സംരംഭങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ പ്രവർത്തനങ്ങളാൽ ദൈവം മഹത്വപ്പെടട്ടെ. ഇന്നത്തെ ദിവസം നിനക്ക് നിലവിലുണ്ടാകുന്ന തടസ്സങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ശാസിച്ചു മാറ്റുന്നു. നിന്റെ രോഗപീഠകളുള്ളവർ, മറ്റു തരത്തിലുള്ള കുരുക്കിൽ ചെന്നവർ, സംസാരിച്ച് തീരാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ആ സംസാരം തീരുമ്പോൾ കർത്താവിന് ചൈതന്യം നിവസിക്കുവാനും നീ ഇന്ന് ഈ ആശീർവാദത്താൽ സമാധാനം അനുഭവിക്കാൻ ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ജീവിതത്തെയും കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. God in peace, spirit of power and grace.
നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതേ ചില ആൾക്കാർക്ക് പ്രാർത്ഥനയിൽ ഭയങ്കര ആത്മവിശ്വാസക്കുറവാണ്. അത് നടക്കുമോ? അത്രയും വലിയ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാൻ പറ്റുമോ? ചില ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ കൃപാസനത്തിൽ വന്ന ചില ആൾക്കാർ വഴിയെ പോകുമ്പോൾ കൃപാസനത്തിൽ വരും. അപ്പോൾ അവർക്ക് തലക്കൊന്ന് പിടിക്കണം, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന അവരേതെങ്കിലും ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റിയിലൊക്കെ പോയിട്ട് വന്ന വഴിക്ക് ഇവിടെ ആൾക്കാരെ കൂടി നിൽക്കണ കാണുമ്പോൾ കയറണതാണ്. കയറുമ്പോൾ അങ്ങനെ ചുളിവിൽ ഒന്ന് തലക്കുടിപ്പിക്കുകയും ചെയ്യാവുന്നത്. പക്ഷെ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അത് സൗഖ്യപ്പെടാനുള്ള വിശ്വാസമില്ല. ഈ സൗഖ്യപ്പെടാനുള്ള വിശ്വാസം എന്ന് പറയുന്നത് വേറൊരു വിശ്വാസമാണ്. അങ്ങനെ ഒരു വചനം തന്നെ കർത്താവിൻ്റെ പുസ്തകത്തിലുണ്ട്. അതെടുത്ത മോനെ, അപ്പോസ്തല പ്രവർത്തനം 14-ാം അധ്യായം 9-ാം വാക്യം. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. ഉറപ്പിച്ച് നിൽക്കാനേ പറഞ്ഞുള്ളൂ. പക്ഷെ പറഞ്ഞപ്പോഴെന്ത് പറ്റി? അവൻ നടക്കാൻ തുടങ്ങി. അതിൻ്റെ കാരണം എന്താണ്? ഈ വചനം കേട്ട് അവൻ്റെ വിശ്വാസ ലെവല് കൂടി സൗഖ്യം ഏത് സമയത്തും കത്തുപിടിക്കുന്ന അവസ്ഥയായി. ഏത് സമയത്തും വിശ്വാസം കത്തുന്ന അവസ്ഥയിലായി. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അതുകൊണ്ട് തന്നെ കൃപാസനത്തിലാണെങ്കിൽ ഒരാൾ റോഡിൽ നിന്ന് കയറി വന്നതൊന്നും പ്രാർത്ഥിക്കത്തില്ല. എന്താ കാര്യം? ഈ ഒരു വിഷയമുള്ളത് കൊണ്ടാണ്. അവർക്ക് സൗഖ്യപ്പെടാനുള്ള വിശ്വാസം ഉണ്ടെന്ന് കാണുന്നെങ്കിൽ അവർക്ക് ആ വിശ്വാസം അവർ ഏതെങ്കിലും രീതി എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ വാഴ നനയുമ്പോൾ ചീരയും നനയുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ തലക്കൂടി നിന്ന് പിടിച്ചേക്കാൻ പറഞ്ഞ് നടക്കത്തില്ല. കാര്യം അവർ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ തലക്ക് പിടിച്ചിട്ടും കാര്യമില്ല. അതൊരു കോമൺ ബ്ലെസ്സിങ് അല്ലേ? കൃപാസന ഒരു കോമൺ ബ്ലെസ്സിങ്ങിൻ്റെ സ്ഥലമല്ല. ശരിക്കും ദൈവാനുഭവത്തിലേക്ക് വന്നിട്ട് സാക്ഷികളായി അവൻ മാറണം. അവൻ സാക്ഷികളാവുമെങ്കിൽ മാത്രമേ ഞങ്ങൾ ആ പ്രോജക്റ്റ് എടുക്കത്തുള്ളൂ. നമ്മൾ ഈ അപ്പോസ്തല പ്രവർത്തനം 14:9 ഇല്ലേ? ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായില്ലേ? എനിക്ക് തോന്നുന്നത് അതൊരു ഒക്കൾട്ട് വേടെന്ന് ഞാൻ ഇതിനൊക്കെ വിളിക്കണത്. ദൈവശാസ്ത്രപരമായ വിളിയൊന്നുമല്ല, എൻ്റെ ഒരു പേഴ്സണൽ ഫൈൻഡിങ്സാണ്. ഞാനിതിനെ ഒക്കൾട്ട് വേടെന്ന് വിളിക്കുക, ഹിഡൻ ട്രഷർ എന്ന് വെച്ചാൽ ദൈവവചനത്തിൽ ആവർത്തിക്കപ്പെടാതെ സിംഗിളായിട്ട് മാത്രം പ്രൊഫസ് ചെയ്തിരിക്കുന്ന വാക്കുകളുണ്ട്. അതൊന്നാണ് സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി നമ്മൾ വിശ്വാസിയാണെങ്കിൽ ഇത്രയെങ്കിലും വിശ്വാസം നമുക്കുണ്ടാകണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ദൈവം അവന് പ്രവർത്തിക്കാൻ തുടങ്ങും. ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, എന്റെ വിശ്വാസത്തെ മർക്കോസ് 9:24 അനുസരിച്ചുകൊണ്ട് അങ്ങയുടെ ദാസൻ ദാസി പ്രാർത്ഥിക്കുന്നു. എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. അത് സുഖം പ്രാപിക്കാനും അനുഗ്രഹം പ്രാപിക്കുവാനും ഇന്നത്തെ വിഷയങ്ങളെ അതിജീവിക്കുവാനും പോന്ന വിശ്വാസത്താൽ എന്നെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. 18/8/2022 ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് ജയശ്രീ. ഞാൻ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ മാതാവിനോട് പറഞ്ഞിരുന്നു, 5 പേരെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ ഇവിടെ സാക്ഷ്യം പറയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ. ഇപ്പം ഇന്ന് 7 പേരെ എൻ്റെ ഒപ്പം കൊണ്ടുവന്ന് ഇവിടെ ഉടമ്പടി എടുപ്പിച്ചു. ഇന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ 7ാമത്തെ ഉടമ്പടി എടുത്തിട്ട് ഇന്ന് 55 ദിവസമായിട്ടുള്ളൂ.
90 ദിവസമായാലേ ഇത് പുതുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ 55 ദിവസം ഇത് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. എനിക്ക് ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ കിട്ടിയ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഒരു 2.5 ലക്ഷം രൂപേൻ്റെ എൻ്റെ മോൻ്റെ പേരിൽ ഒരു വണ്ടി ലോൺ ഉണ്ടായിരുന്നു. അത് കേസാകുമെന്ന് ഉറപ്പായിട്ട് അവർ പറഞ്ഞതാണ്. തലേ ദിവസം ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല, പുതുക്കി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ 3 മണിക്ക് ഞാൻ ഈ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവർ ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചു, നിങ്ങളുടെ ലോണ് പുതുക്കി തരാം, 36 മാസം കാലാവധി തരാം, അതിനുശേഷം നിങ്ങൾ അടച്ചാൽ മതിയെന്ന് പറഞ്ഞു. അത് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന്. ഞാൻ ആദ്യം നിയോഗത്തിൽ വെച്ചത് അമ്മ എൻ്റെ സഞ്ചാരി മാതാവാണെന്ന് ഞാൻ പറഞ്ഞറിഞ്ഞ് കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കൂടെ വരണം. ഞാൻ ബാക്കിയുള്ള ഒരു നിയോഗങ്ങളും എന്തെഴുതിയെന്നോ ഞാൻ ഓർക്കുന്നില്ല, ഇപ്പോഴും ഞാൻ ഓർക്കുന്നില്ല. 7 പ്രാവശ്യം ഞാൻ ഉടമ്പടിക്ക് വന്നെങ്കിലും നിയോഗങ്ങൾ എന്തെഴുതിയത് ഈ എല്ലാ പ്രാവശ്യവും 1-ാമത്തെ നിയോഗം അമ്മേൻ്റെ പ്രത്യക്ഷീകരണം സാക്ഷിയാക്കണം, അമ്മ എൻ്റെ കൂടെ വരണം എന്ന് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ആ ഒരു നിയോഗം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അന്നും ഇന്നും. എന്തായാലും ഞാൻ അന്ന് പോയി. അന്ന് മുതൽ ഞാൻ എല്ലാ കാര്യങ്ങളും നമ്മുടെ അമ്മമാരോട് പറയുന്ന രീതിയിൽ തന്നെ പറയാറുണ്ട്. രാവിലെയും പറയും, വൈകുന്നേരവും. രാവിലെ പ്രാർത്ഥിക്കുമ്പോഴേ ഞാൻ പറയാറുണ്ട്, ഇന്ന് എൻ്റെ നാവിൽ വരുന്ന എല്ലാ സംസാരങ്ങളും എൻ്റെ പ്രവൃത്തികളും മറ്റാർക്കും ദ്രോഹം വരരുത്, അവർക്ക് നല്ലതേ വരാറുള്ളൂ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാ ദിവസവും തുടങ്ങാറ്. പിന്നെ എനിക്ക് കിട്ടിയത് 30 വർഷമായിട്ട് എനിക്ക് തലവേദനയായിരുന്നു. 30 വർഷമായിട്ട് വണ്ടി കയറി വന്നാൽ ഛർദിയാണ്. ഒരു ദിവസം പോലും ഗുളിക കഴിക്കാതെ എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ ഇവിടെ വന്ന് ഗുളിക കഴിച്ച് ഉടമ്പടി ക്ലാസ് കേൾക്കാനിരുന്നപ്പോൾ രാവിലെ തലേന്ന് ഗുളിക കഴിച്ചാൽ പിറ്റേ ദിവസം 3 ദിവസത്തെ എനിക്ക് ഉറക്കമാണ്. എനിക്കൊന്നും കേൾക്കാനോ കാണാനോ പറ്റില്ല, അതുപോലെ ഉറക്കമാണ്. ഇവിടെ ഇരുന്ന് ക്ലാസ് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ മാതാവേ, ഈ ക്ലാസ് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ, ഈ ഉറക്കം കാരണം ഞാൻ എങ്ങനെ ഇത് മനസ്സിലാക്കും, എനിക്കിതിനെപ്പറ്റി അറിയില്ലല്ലോ, ഞാനൊരു അക്രൈസ്തയല്ലേ, പിന്നെ എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, ക്ലാസ് കേൾക്കാതെ എങ്ങനെ മനസ്സിലാക്കുമെന്ന് മാത്രം ഞാൻ ചോദിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു രോഗമൊന്നും അല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഉടമ്പടിയിൽ എഴുതിയിട്ടുമില്ല, ഞാൻ അത്ര വിചാരിച്ചിട്ടുമില്ല. ഞാനിങ്ങനെ മാത്രം മനസ്സിൽ ചിന്തിച്ചു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഞാനൊന്ന് കോഴിക്കോട് പോയപ്പോൾ ഈ ഗുളിക പിന്നെയും കഴിച്ചു. ഗുളിക കഴിച്ച് ഇവിടെ തുടങ്ങി എനിക്ക് ഉറക്കം തുടങ്ങി. അപ്പം പിന്നെ ഞാൻ ഛർദ്ദിച്ചു. അപ്പം ഞാൻ അയ്യോ, ഗുളിക കഴിച്ചിട്ട് എന്തായിരിക്കും ഛർദ്ദിക്കുന്നത്? അപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയാൻ, നീ ഉടമ്പടി എടുത്തിട്ട് പിന്നെ എന്തിനാണ് ഗുളിക കഴിക്കുന്നത്? അയ്യോ, ഞാൻ അപ്പോഴാണ് വിചാരിക്കുന്നത്, ഉടമ്പടി എടുത്തതാണെങ്കിൽ ഗുളികയുടെ ഛർദിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അത് മാതാവ് എനിക്ക് അനുഗ്രഹിച്ച് തന്നു. അപ്പോൾ ഇതുപോലെ എല്ലാ കാര്യങ്ങളും അനുഗ്രഹിച്ച് തരുമെന്ന് എനിക്ക് ഉറപ്പായി അപ്പം തന്നെ. അത് കഴിഞ്ഞ് എനിക്ക് 23 വർഷമായിട്ട് തലവേദനയാണ്. തലവേദന വന്നാൽ 2 കണ്ണും കാണാതെ വരും. കാഴ്ച കുറവും, ശരിക്കും കാണില്ല. എനിക്ക് എഴുതാനോ പിന്നെ വായിക്കാനോ ഒക്കെ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. ഞാൻ തൊഴിലുറപ്പിൽ മേറ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ 10ാം ക്ലാസ് പാസ്സാവാത്ത ഒരാൾക്ക് മേറ്റുസ്ഥാനത്ത് നിൽക്കാൻ പറ്റില്ല എന്നൊരു ഓർഡർ വന്നു. ഞാൻ 15 വർഷമായിട്ട് ജോലി ചെയ്യുന്നോണ്ടിരുന്ന എൻ്റെ ജോലി പോയി. പിന്നെ എനിക്ക് കുനിഞ്ഞൊന്നും ജോലി ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് തലവേദന. കുനിഞ്ഞ് നിന്ന് പണിയെടുത്താൽ അന്ന് എനിക്ക് തലവേദന തുടങ്ങും. തലവേദന തുടങ്ങിയാൽ ഒരാഴ്ചയ്ക്ക് എനിക്ക് വീട്ടിലെ പണി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ 10ാം ക്ലാസ് എഴുതാൻ ഞാൻ അമ്മയോട് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇത് അറിയുന്നത്. അപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മ ഉടമ്പടി എനിക്ക് 10ാം ക്ലാസ് എഴുതാൻ ഇനി സാധിക്കുമോ? എനിക്ക് 54 വയസ്സായി, എനിക്കിത് എഴുതാൻ പറ്റുമോ? എനിക്ക് അങ്ങനെ അമ്മയോട് ഞാൻ ചോദിച്ച് ആവശ്യപ്പെട്ടു. അപ്പോൾ എനിക്ക് എന്തായാലും പൊയ്ക്കോ, പാസ്സാകുമെന്ന് എൻ്റെ ഉള്ളിലിരുന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നി. എന്തായാലും ഞാൻ 1 വർഷം എല്ലാ ഞായറാഴ്ചയും ക്ലാസ്സിന് പോയി പരീക്ഷ എഴുതി. 2023 ഞാൻ 2 A+ഉം 1 Aയും ബാക്കി 7 B+ വാങ്ങി ഞാൻ പാസ്സായി. ഞാനൊന്ന് പാസ്സാവണമെന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. ഇത്രയും മാർക്ക് എനിക്ക് തന്ന് പരീക്ഷ എങ്ങനെ ഞാൻ എഴുതിയെന്ന് എനിക്ക് പറയാനില്ല. എൻ്റെ മാതാവ് ഇടപെട്ട് എനിക്ക് ഓരോ ക്വസ്റ്റ്യൻ ആൻസറും പറഞ്ഞു തന്നാണ് ഞാൻ എഴുതിയത്. കാരണം എനിക്ക് ഇത്രയും പ്രായമായതുകൊണ്ട് പഠിപ്പിക്കുന്നതെല്ലാം മറന്നു പോകും, പഠിച്ചാലും ഓർക്കില്ല. എങ്ങനെയാലും ഞാൻ പരീക്ഷ എഴുതി പാസ്സാകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിൽ ഇത്രയും മാർക്ക് കിട്ടി, ഞാൻ പാസ്സായി. പിന്നീട് ഞാൻ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് 28 വർഷമായിട്ട് വെള്ളം കോരിക്കൊണ്ട് വന്നിട്ട് വേണം ചുമക്കണം, കുറേ ദൂരം വലിക്കാനുണ്ട്, ചുമക്കുകയും ചെയ്യണം. അപ്പം ഞാൻ രാവിലെ 5:30 പ്രാർത്ഥിക്കുമ്പോൾ വിചാരിക്കും 6 മണി വരെ പ്രാർത്ഥിച്ചാൽ വെള്ളം കോരാൻ സമയം പോകും, ഇത് കഴിഞ്ഞിട്ട് വേണം പണിക്ക് പോകണമെങ്കിൽ. ഇതെല്ലാം ബുദ്ധിമുട്ട്. ദൈവമേ, എന്ത് ചെയ്യും? ഈ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു അരമണിക്കൂർ സമയം മുടങ്ങാതിരുന്ന് പ്രാർത്ഥിക്കാമായിരുന്നല്ലോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അന്ന് തന്നെ തൊട്ടടുത്തുള്ള ഒരു ചേച്ചി എന്നോട് ചോദിച്ചു, നമുക്ക് കിണറ്റിൽ നിന്ന് മോട്ടർ വെക്കാം. അപ്പം ഞാൻ പറയുന്നത്, എൻ്റെ അടുത്ത് ഒരു പൈസയില്ല, പെട്ടെന്ന് മോട്ടർ വെക്കാൻ നമുക്ക് പറ്റില്ല, ഞാൻ പിന്നെ വെക്കുന്നുള്ളൂ, നിങ്ങൾ വെച്ചോ. ഇല്ല, ഞാൻ തരാം പൈസ എന്ന് പറഞ്ഞ് അവർ കൂടി പൈസ തന്ന് ഞങ്ങൾ മോട്ടർ വെച്ചു. അത് കാരണം എനിക്ക് രാവിലെ 5:30 മുതൽ 6:30 വരെ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള സമയം മാതാവ് എനിക്ക് അനുഗ്രഹിച്ച് തന്നു. പിന്നീട് എൻ്റെ കയ്യിലൊരു മുഴയുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്കൊരു മുഴ
ഇവിടെ ഈ ഭാഗത്ത് വന്ന് അത് ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് അത് ഉണങ്ങി അതിന് പിന്നെ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അയച്ചു കൊടുത്തു. വേദനയില്ലാത്ത മുഴകൾ, അങ്ങനെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത് ഈ മുഴ കയ്യിൽ വന്നപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ അതുപോലെ തന്നെ ഇനിയും അത് ഓപ്പറേഷൻ ചെയ്ത് കുറേ നാൾ റെസ്റ്റ് എടുത്തിരിക്കണമല്ലോ, ഇനി എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതാണല്ലോ മാതാവേ എന്ന് ചോദിച്ചു. ഞാൻ എന്നും തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പം പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഞാൻ തൈലം തേക്കുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ആ മുഴ കാണുന്നില്ല. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ കയ്യിൽ ഈ മുഴ പോയല്ലോ. ഇനി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ കഴിഞ്ഞ് പുതുക്കാനാകുന്നതിന് മുമ്പ് തന്നെ ആ മുഴ മിനിഞ്ഞാൻ നോക്കിയപ്പോൾ കാണുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ വന്ന് ഈ സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ മാതാവിനോട് ചോദിച്ചിട്ടാണ് എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും. നമ്മുടെ നാളെ പൈസ കൊടുക്കാനുള്ളത് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ നിന്ന് വരും, ഇന്നൊരാളോട് ചോദിക്കുമെന്ന് പറയും. അപ്പോൾ അത് ചോദിക്കും. എൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് നടക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഒരു വിഷമമുള്ളൂ, കുറച്ചുകൂടി മുമ്പ് ഇവിടെ വന്നില്ലല്ലോ, വരാൻ കഴിഞ്ഞില്ലല്ലോ. ഞാൻ എന്തുമാത്രം വിഷമിച്ചാണ് ജീവിച്ചിരുന്നത് ഇതിന് മുന്നേ. ഇപ്പോൾ എനിക്ക് ആരെന്ത് പറഞ്ഞാലും എനിക്ക് വിഷമമില്ല, ടെൻഷനില്ല. എപ്പോൾ ടെൻഷൻ വന്നാൽ അപ്പം തന്നെ പ്രാർത്ഥിക്കും. ആ ടെൻഷനെല്ലാം പോകും. നല്ല സന്തോഷത്തോടെ ഞങ്ങളുടെ കുടുംബം ജീവിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണും. പ്രാർത്ഥനയെല്ലാം ആദ്യം തന്നെ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യും. പിന്നെ അത് പത്രം കൊണ്ടുപോകുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളും കൂടിയാണ്. വീടുകളിലും ടൗണുകളിലും എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ ജീവകാരുണ്യ പ്രവർത്തിയിലൊരു ഗ്രൂപ്പുണ്ട് ഞങ്ങൾക്ക്, ബത്തേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അവിടെ പോയി എല്ലാ 5 ദിവസവും, ഒരു മാസത്തിൽ എല്ലാ ആഴ്ചയിലും 5 ദിവസം എല്ലാ രോഗികൾക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു സഹായ സംഘടനയാണ് അവിടെ പോയി എല്ലാം പരമാവധി പറ്റുന്നത്രയും ദിവസങ്ങളിൽ പോയി അവരെ സഹായിക്കും. പരമാവധിയുള്ള സഹായവും കൊടുക്കും. പിന്നെ പണിയെടുക്കാനും ഭക്ഷണം വെക്കാനും വിളമ്പാനും പാത്രം കഴുകാനും എല്ലാം കൂടി പണിയില്ലാത്ത മിക്കവാറും ദിവസങ്ങളിൽ പോകും. എന്തായാലും ഒരു മാസത്തിൽ ഒരിക്കലോ 1-2 പ്രാവശ്യം നിർബന്ധമായിട്ടും പോയിരിക്കും. ബാക്കിയുള്ള ദിവസങ്ങൾ ഒഴിവ് പോലെ പോയിരിക്കും. കാരുണ്യ പ്രവൃത്തി പിന്നെ ഹോസ്പിറ്റലിൽ അങ്ങനെ. പിന്നെ തൊട്ടടുത്തുള്ളവർ എനിക്കറിയാം, എൻ്റെ മോളെ BSc നഴ്സിങ്ങിനെ പഠിപ്പിച്ചതാണ്. ആ ബുദ്ധിമുട്ട് എനിക്കറിയാം. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് തൊട്ടടുത്തുള്ളവരുടെ ബുദ്ധിമുട്ട് നമുക്കറിയാവുന്നത് കൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പിന്നെ പൈസയായിട്ടും അല്ലാതെ സാധനങ്ങൾ വാങ്ങാനായാലും പറ്റുന്ന രീതിയിൽ സഹായിക്കാറുണ്ട്. ഉപവാസം ബുധനാഴ്ച ദിവസമാണ് ഞാൻ ഉപവാസം എടുക്കാറ്. എല്ലാ ബുധനാഴ്ചയും ഉപവാസം എടുക്കാറുണ്ട്. വചനം വായിക്കാൻ എനിക്ക് ബൈബിളിൽ എൻ്റെ ഒരു കൂട്ടുകാരിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുക. അവൻ്റെ അമ്മ നിർബന്ധിച്ച് കൊണ്ടുവന്നതുകൊണ്ടാണ് കൂട്ടുകാരിയിലും ഒരു കാരണമായി എന്ന് മാത്രമേ ഉള്ളൂ. അവരിവിടെ വന്ന് പിന്നെ ഞാൻ ബൈബിള് വായിക്കാൻ നമുക്കറിയില്ലായിരുന്നു. ബൈബിള് എത്ര രൂപ എവിടുന്നാണ് ബൈബിൾ കിട്ടുന്നവരോട് ചോദിച്ചപ്പോൾ എനിക്ക് അവർ തന്നെ ഒരു ബൈബിൾ കൊണ്ടു തന്നു. ഞാൻ ഏകദേശം ആ ബൈബിൾ വായിച്ച് തീരാറായി. ഒരു 10-15 പേജും കൂടി വായിക്കാനുള്ളൂ. വായിച്ചെങ്കിലും എനിക്ക് മനസ്സിലായില്ല, പക്ഷെ ഞാനത് വായിച്ച് തീരാറായി. ഒരു 2-3 പ്രാവശ്യം വായിക്കുമ്പം അത് ഇനിയും കുറേ കൂടി മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അറിയാത്ത കാര്യങ്ങൾ അച്ഛനൊക്കെ വചനം പറയുമ്പം എനിക്ക് വേഗം ബൈബിൾ നോക്കി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഞാനത് കാരണം ആ വചനം എഴുതി വെച്ച് പിന്നീട് അത് നോക്കി കണ്ടുപിടിച്ച് എൻ്റെ നിയോഗങ്ങളെല്ലാം ഞാൻ ആ ബൈബിളിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഇത്രയൊക്കെ പിന്നെ തന്ന മാതാവിന് ഈശോയ്ക്കും ഒരു കോടാനുകോടി നന്ദി. ഇനി ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും പറ്റുന്നത്രയും കാലം നടന്നു വരാൻ, ഇവിടെ എത്ര കാലം വരാൻ പറ്റുമോ അത്ര കാലം ഇവിടെ വരണമെന്ന് ആണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്തായാലും എന്ത് സഹനം തന്നാലും പിന്നോട്ട് മാറില്ല. സഹനം തരുന്നത് എനിക്ക് മനസ്സിലായത് എൻ്റെ കയ്യിലുള്ള പ്രവൃത്തി എന്തെങ്കിലും ദോഷം വന്നിരുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം പ്രാർത്ഥന കൂടുതൽ മുമ്പോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് വരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്ത് ബുദ്ധിമുട്ട് വന്നാലും ആ സമയം പ്രാർത്ഥിക്കാനുള്ള കഴിവ് എനിക്ക് മാതാവ് എന്തായാലും തരും. ഇനി മുമ്പോട്ടുള്ള ജീവിതം ഇതുപോലെ തന്നെ മുമ്പോട്ട് പറ്റുന്നത്രയും കാലം വരികയും ചെയ്യും. എൻ്റെ മോള് നഴ്സിംഗ് പാസ്സാവണമേപ്പോൾ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ഞാൻ മോളെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. മോളെ കാര്യമൊക്കെ മോള് വരുമ്പം പറയുന്നതായിരിക്കും. ജെറമിയ 31:9 കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാനവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാനവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും. അവർക്ക് കാലിടറുകയില്ല. ജയശ്രീ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ ദൈവാനുഭവ സാക്ഷ്യങ്ങളാണ് നന്ദിയോടുകൂടി അമ്മ മാതാവിൻ്റെ തിരുനടയിൽ പങ്കുവയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടിയുടെ 2 പ്രധാന മേഖലകളാണ് സുവിശേഷ പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളും. അതുകൊണ്ട് ഉടമ്പടി ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മളെ തന്നെ ആത്മവിശുദ്ധീകരണത്തിലൂടെ ദൈവസന്നിധിയിൽ പ്രസാദപരാവസ്ഥയിൽ കൃപയുടെ അവസ്ഥയിൽ സമർപ്പിക്കുന്നതിനൊപ്പം തന്നെ സഹോദരങ്ങളുടെ ജീവിതങ്ങളെ കാണുക. കാരുണ്യ പ്രവൃത്തികൾ നമ്മുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ദൈവം നമുക്ക് ആരോഗ്യം നൽകിയെങ്കിൽ, ദൈവം നമുക്ക് സാഹചര്യങ്ങൾ സാമ്പത്തികമായി അനുകൂലമാക്കി നൽകിയെങ്കിൽ
നൽകിയെങ്കിൽ, തൊഴിൽ നൽകിയെങ്കിൽ, ആയുസ് നൽകിയെങ്കിൽ, ദൈവം നൽകിയതിൻ്റെ ഒരു ഓഹരി നിർബന്ധമായും ദൈവത്തിൻ്റെ പാവപ്പെട്ടവർക്ക് അവകാശപ്പെട്ടതാണ്. അത് ദൈവസ്നേഹത്തിനോട് കൊടുക്കുവാൻ നമ്മളെപ്പോഴും തയ്യാറാവണം. ഈ അൾത്താരയിൽ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ ആവർത്തിച്ച് നമ്മളോട് പറയും, നിങ്ങൾ കാരുണ്യ പ്രവൃത്തികൾ സന്മനസ്സോടുകൂടി ദൈവസ്നേഹത്തോടുകൂടി ചെയ്യുമ്പോൾ ഒരുപക്ഷെ അത്ര നാളായി തുറക്കാത്ത വാതിലുകൾ തുറന്നു കിട്ടുന്നത്, കെട്ടപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങൾ അത് പൊട്ടി നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തിലുള്ള മാർഗം തുറക്കുന്നത് കാണുവാനാകും. അതുപോലെ തന്നെയാണ് പ്രേക്ഷിത പ്രവർത്തനം. പലപ്പോഴും ഉടമ്പടി ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ആദ്യത്തെ ഒരു ലജ്ജ, എങ്ങനെ ഇത്രത്തോളം പഠിച്ച ഞാൻ, ഇത്രത്തോളം ജോലിയുള്ള ഞാൻ, ഇത്രത്തോളം സ്റ്റാറ്റസ് ഉള്ള ഞാൻ എങ്ങനെ ഈ കൃപാസനം പത്രം മറ്റുള്ളവർക്ക് കൊടുക്കുമെന്ന്. അത് ദൈവാനുഭവങ്ങളുടെ നിധിയാണത്. നമുക്കറിയാം, അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് ജീവിക്കുകയും സർവസ്വവും അമ്മയിൽ സമർപ്പിച്ചവർ അവർക്ക് ലഭിക്കുന്ന ദൈവാനുഭവങ്ങളാണ് ആ കൃപാസനം പത്രത്തിലുള്ള സാക്ഷ്യങ്ങൾ മുഴുവനും. കൂടാതെ അച്ഛൻ്റെ ദൈവിക സന്ദേശമാണ്. ഓരോ ഉടമ്പടി ധ്യാനത്തിലും അമ്മ മാതാവിലൂടെ, ഈശോയിലൂടെ അച്ഛന് ലഭിക്കുന്ന സന്ദേശങ്ങളാണ് നമുക്ക് പങ്കുവെച്ച് തരുന്നത്. ആ സന്ദേശം കൂടിയാണ് ആ പത്രത്തിലുള്ളത്. നമ്മൾ ഒരു കൃപാസനം പത്രം മറ്റൊരു വ്യക്തിക്ക് കൈമാറുമ്പോൾ ദൈവികമായ സന്ദേശത്തെയും ദൈവത്തെ ഓൺ ചെയ്ത മനുഷ്യരുടെ ജീവിതത്തെയുമാണ് കൈമാറുന്നത്. അതാണ് സുവിശേഷ പ്രവർത്തനമെന്ന് പറയുക. നമുക്ക് വാക്കുകൊണ്ട് അധികം പറയുവാനാവില്ലെങ്കിൽ ഇവിടെ ഇതെല്ലാം ഉണ്ട്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇവിടെയുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള വഴി ഏതെന്ന് കാണിച്ചു തരുവാൻ ദൈവത്തിൻ്റെ സന്ദേശം ഇതിലുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് സന്തോഷത്തോടെ സ്നേഹത്തോടെ കൈമാറുവാനാവുന്നതാണ് കൃപാസനം പത്രം. അതുകൊണ്ടാണ് അത് കേവലം ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി കൈമാറുന്നതല്ല, ദൈവിക ഇടപെടലുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുടുംബം, ആ വ്യക്തി ഇത് സ്വീകരിക്കുന്നതിലൂടെ അമ്മയെ അറിയുവാൻ, ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ, അവരുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ തീരുമാനമുണ്ടാകുവാൻ നമ്മൾ നടത്തുന്ന ഒരു സുവിശേഷ വേലയാണ്. സന്തോഷത്തോടു കൂടി ഈ കാരുണ്യ പ്രവൃത്തികളിലും സുവിശേഷ പ്രവർത്തനങ്ങളിലും നമ്മൾ വ്യാപരിക്കുമ്പോഴാണ് നമ്മുടെ ഉടമ്പടി നിയോഗങ്ങൾ വേഗത്തിൽ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് അത്ഭുതങ്ങളായി പ്രവർത്തിക്കുന്നത് നാം അനുഭവിക്കുക. അതിന് നിരന്തരം നമുക്ക് ശ്രദ്ധിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ എൻ്റെ തിരുവുമാരനും അമ്മയ്ക്കും കോടി കോടി നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 18/7/22 എടുക്കാനുണ്ടായ കാരണം, എനിക്ക് നല്ലൊരു വയറുവേദന ഉണ്ടായിരുന്നു. അത് 3 വർഷമായിട്ട് തുടങ്ങുകയായിരുന്നു. അപ്പോൾ അടുത്തുള്ള ഒരു ചേച്ചി വന്ന് എന്നോട് പറഞ്ഞു, ലേഖ, ഞാനൊരു തൈലം പുരട്ടി പ്രാർത്ഥിക്കാം, നീ അതിൽ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിനെന്താ, ഇത്രയും നാൾ ഞാൻ മരുന്ന് കഴിച്ചതല്ലേ, വിശ്വസിക്കുന്നതിന് എനിക്ക് ഒരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞു. ഞാനൊരു ഹിന്ദുവാണ്. ആ ചേച്ചി വന്ന് എനിക്ക് ഉടമ്പടി തൈലം കൊണ്ടുവന്ന് എൻ്റെ പുക്കളിൽ കുരിശ് വരച്ചു. 3-4 ദിവസമായിട്ട് ഉറങ്ങാത്ത ഞാൻ അന്ന് ആ ചേച്ചി തൈലം തേച്ചതിന് ശേഷം ഞാൻ അന്ന് രാവിലെ തൊട്ട് വൈകുന്നവരെ കിടന്നങ്ങ് ഉറങ്ങി. വീട്ടിലും ആരും എന്നെ വിളിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ 3-4 ദിവസം കൊണ്ട് ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. അത് കാരണം വീട്ടിൽ ആരും തന്നെ എന്നെ വിളിച്ച് ഉണർത്തിയില്ല. പിന്നെ അതോടെ ഉണർന്നെഴുന്നേറ്റ് വന്നപ്പോൾ എൻ്റെ വയറുവേദന മാറി. പിന്നെ ടെസ്റ്റ് ചെയ്തപ്പം പറഞ്ഞു ഫൈബ്രോയിഡാണ്, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഈ ഒരുപാട് പ്രാവശ്യം വയർ ഓപ്പൺ ചെയ്തതാണ്, സർജറി ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവേ, ഇനിയും വയറ് കീറാനുള്ള ഇടം വരുത്തരുതേ, അല്ലാതെ തന്നെ ഇവരെല്ലാം എടുത്ത് നീക്കം ചെയ്യണേ എന്ന് പറഞ്ഞു. അപ്പോൾ മറിയാമ്മ എന്നാണ് ആ സിസ്റ്ററിൻ്റെ പേര്. ആ ചേച്ചി എന്നോട് പറഞ്ഞു, നീ വന്ന് ഉടമ്പടി എടുക്കാൻ. അതോടെയാണ് ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ആദ്യമായി എടുത്തത്. അതിൽ ഞാൻ 6 നിയോഗം വെച്ചു. ആദ്യത്തെ നിയോഗം എൻ്റെ വയറുവേദനയുടെ തന്നെ ഞാൻ എഴുതി. ഓപ്പറേഷനൊന്നും ഇല്ലാതെ തന്നെ അത് പൂർത്തീകരിച്ചു. പിന്നെ എൻ്റെ മകന് വേണ്ടിയാണ് രണ്ടാമത്തെ നിയോഗം വെച്ചിരുന്നത്. 2 വർഷമായിട്ട് ജോലിയൊന്നുമില്ലാതെ തെക്കുവടക്ക് ഈ ആമ്പിള്ളേരുടെ നല്ല സമയമല്ലേ, ഉഴപ്പി നടക്കുന്ന സമയം. ഞാൻ വളരെ ദുഃഖിച്ചാണ് ഇവന് വേണ്ടി അത് എഴുതിയത്. അപ്പോൾ ജോലിയില്ലാതെ വന്ന് ഇവനെ വിളിക്കുമ്പോഴൊന്നും വരത്തില്ല. അമ്മയ്ക്കെന്താ വട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ, ഇത് നല്ലൊരു സ്ഥലമാണ്, നീ എൻ്റെ കൂടെ ഒന്ന് വാ, നമുക്കവിടെ വരെ ഒന്ന് വൈകിട്ട് പോകാം. ഞാൻ ഈ വൈകിട്ടത്തെ സമയമൊക്കെ ഈ ഇവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടി വരാറുണ്ട്. ആ പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒത്തിരി സമാധാനം കിട്ടാറുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്ന് പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ ഇവനെ ഒരു ദിവസം ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ വണ്ടിയും കൊണ്ട് വാ, അമ്മയ്ക്ക് ഓടിക്കാൻ മേല, എനിക്ക് കൃപാസനത്തിൽ വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ വരാം. അപ്പോൾ ഇവനെ ഞാൻ കൊണ്ടുവന്നു. ഞാനിവിടെ പ്രാർത്ഥിക്കാനിരുന്നു. അപ്പോൾ
അവിടെ ജഡ്ജിയുടെ ഒരു വണ്ടി പുറത്ത് കിടപ്പുണ്ട്. വലിയ ആളാരാണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞെടാ, അവരുടെയൊക്കെ മുമ്പിൽ നീ ആരാണ്? അമ്മയുടെ മുമ്പിൽ അമ്മയ്ക്ക് സാധിക്കാൻ പറ്റാത്തതൊന്നുമില്ല, അമ്മയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല മകനെ, നീ വന്ന് എൻ്റെ കൂടെ വന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ പ്രാർത്ഥിച്ച് മുട്ടുകുത്തി കരഞ്ഞു പ്രാർത്ഥിക്കുക. ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പുറകോട്ട് നോക്കി ഇവൻ എൻ്റെ കൂടെ വന്നു, അവിടെ നിന്നൊന്ന് തൊഴുതു. അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവനെ കണ്ടില്ല. ഇവനെ തിരിഞ്ഞ് ദൈവമേ ഇവനെ അങ്ങോട്ട് പോയി. ഞാൻ എളുപ്പം തന്നെ ഓടി പുറകോട്ട് ചെന്ന് നോക്കിയപ്പം ഇവൻ ഫോണിൽ കൂടെ സ്പീച്ച് ചെയ്യുകയാണ്. ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ നീ ആരോടാ, വല്ല പെൺപിള്ളാരോടുമാണോ സംസാരിക്കുന്നത്? ഞാനങ്ങ് ചോദിച്ചു, ആരാ നിന്നെ ഇപ്പം വിളിക്കാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ മിണ്ടാതെ ഇവൻ ആക്ഷൻ കാണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്? അപ്പം സാലറിയുടെ കാര്യമൊക്കെ ഇവൻ പറയുന്നുണ്ടായിരുന്നു. ഈ തിരുനടയിൽ വന്ന് അന്ന് തന്നെ ഇവന് ജോലി അപ്പോൾ തന്നെ അവന് കിട്ടി, സാങ്ഷനായി. അവനൊരു ഇൻ്റർവ്യൂ നടന്നു. ആ സമയത്ത് തന്നെ സാലറി പറഞ്ഞു. സാലറി വെറും കുറച്ചാണ് ഇവൻ പറഞ്ഞത്, എങ്കിലും അതിന് മുകളിലായിട്ട് 50 പറഞ്ഞെങ്കിലും അവർ 65 തന്നെ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു. ആഫ്രിക്കയിൽ HSV ഓഫീസറായിട്ട് അവന് ജോലി കിട്ടി. അത് എൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ഇവനിങ്ങനെ നടക്കുമ്പം ഞാൻ പറഞ്ഞു, ഈ ഉഴപ്പുഴ നടക്കുന്ന സമയത്ത് ആരുമില്ലാത്ത വേറൊരു സാധനവും കിട്ടാത്ത ഒരു സ്ഥലത്തേക്ക് വേണം ഇവനെ വിടാൻ, അല്ലാതെ ഇവൻ നേരെയാകില്ല. എൻ്റെ അമ്മേ കാത്തുകൊള്ളണേ നീ എന്ന് പറഞ്ഞ് ഞാൻ എന്നും കരയുമായിരുന്നു. ദിവസവും രാവിലെ 5:30 ആകുന്നതിന് മുമ്പേ ഞാൻ എണീറ്റ് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയിൽ ഞാൻ മുട്ടുകുത്തി കരഞ്ഞ് ഇവൻ്റെ കാര്യങ്ങളാണ് മുമ്പേ പറയാറുള്ളത്. അതെല്ലാം എൻ്റെ അമ്മ സാധിച്ചു തന്നു. പിന്നെ എനിക്കൊരു 6 പവൻ്റെ സ്വർണം ഒരാൾക്ക് ഇതുപോലെ അവരുടെ അമ്മയ്ക്ക് സുഖമില്ല, പല പ്രാവശ്യമായിട്ട് എന്നോട് സ്വർണം മേടിച്ച് പണയം വെച്ചു. ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഓച്ചറയിൽ. അപ്പോൾ അവിടെ വന്ന് ഓരോ പ്രാവശ്യം മേടിക്കുമ്പോഴും ഞാൻ വിചാരിക്കുക, ഈ സ്വർണ്ണം ഇരുന്നിട്ട് കാര്യമില്ല, ആരുടെയെങ്കിലും മക്കൾക്കും അറിയത്തില്ല, അച്ഛനും അറിയത്തില്ല, ഒരു മോനേ ഉള്ളൂ. അപ്പം എന്നോട് പറഞ്ഞു, അമ്മ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതെന്ന് ചോദിച്ചു. മോനെ ആരെങ്കിലും സഹായിക്കട്ടെ. അങ്ങനെ ഒരു സഹായം ഞാൻ കൊടുത്താണ്. അങ്ങനെ കൊടുത്തു. 2-3 വർഷമായിട്ടും അവൻ 6 പവൻ എടുത്തു തന്നില്ല. അതുപോലെ തന്നെ ആ നിയോഗത്തിൽ ഞാൻ അതും വെച്ചു. അവൻ്റെ വസ്തു വിറ്റിട്ടാണ് ആ 6 പവനും എനിക്ക് എടുത്തു തന്നത്. അതും വേറെ നിയോഗം. അത് ചെറുതും വലുതുമായിട്ട് എൻ്റെ അമ്മയുടെ അടുക്കൽ ഞാൻ എന്താഗ്രഹിച്ചാലും എൻ്റെ അമ്മ അതിൻ്റെ ഇരട്ടിയായിട്ടാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രേക്ഷിത വേലകളാണെങ്കിലും എല്ലാം അമ്മ പറയുന്നതനുസരിച്ച് ഞാൻ നടക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ഉടമ്പടിയിലാണ്. ഇനി അങ്ങോട്ടും ഞാൻ എൻ്റെ മകനോടും പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ ആരും ഇടപെടേണ്ട, ഞാൻ ഇതിൽ നിന്ന് ഇനി മുന്നോട്ട് പോവുകയുള്ളൂ. എല്ലാ ഓൾഡ് ഏജ് ഹോമിലൊക്കെ സമയം കിട്ടുമ്പം പോയി അവരോടൊത്ത് സഹകരിക്കും. പിന്നെ അനാഥാലയം ഉണ്ട്, നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് ഒരു അനാഥാലയം. മിക്കവാറും മകനോടും പറഞ്ഞ് ചില ദിവസങ്ങളൊക്കെ ഒരു ചാക്കരിയും ഒക്കെ കൊണ്ടുപോയാലും എനിക്ക് തൃപ്തിയാവില്ല. അവർക്ക് എന്ത് കൊടുത്താലും എനിക്ക് തൃപ്തി വരത്തില്ല. ഞാൻ ദൈവത്തോട് പറയും, ദൈവമേ എൻ്റെ കൈ നിറച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ഞാൻ സഹായിക്കാൻ. എനിക്ക് മകനും പറഞ്ഞ പോലെ അവൻ അയച്ചു തരും, പൈസയും തരും, എല്ലാവർക്കും കൊടുക്കാനൊക്കെ അവനും നിർബന്ധമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സാധിച്ചു തരും. അതുപോലെ ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോഴും ഞാൻ എൻ്റെ അമ്മയ്ക്ക് 1000 രൂപ ആദ്യത്തെ ശമ്പളത്തിൽ ഞാനിവിടെ കൊണ്ടുവന്ന് രസീത് എഴുതിച്ച് കൊടുത്തു. പിന്നീടൊന്നും ഇവനിങ്ങനെ വന്നും പോയും ഒക്കെ നിൽക്കുമായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മയുടെ ഇതിലാണ് നടക്കുന്നത്. അത് പ്രേക്ഷിത വില. അതുപോലെ എല്ലാ മാസവും പത്രം മേടിക്കുമെന്ന്. പത്രം മേടിച്ച് ഒരിടത്ത് ഈ പ്രാവശ്യം കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ പ്രാവശ്യം അങ്ങോട്ട് പോകത്തില്ല, അടുത്ത ദിവസം വേറെ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കും. അതുപോലെ തന്നെ എൻ്റെ സ്വന്തം വീട് കായംകുളമാണ്. കായംകുളത്ത് പോകുമ്പോൾ ആ ബന്ധു വീട്ടുകളിലൊക്കെ പോകുമ്പോൾ ആ പരിസരത്തെല്ലാം ഞാൻ 2 കെട്ട് പത്രവും ഇവിടെ വരുന്ന വണ്ടിയിൽ ഇറങ്ങി അലച്ച് തന്നെ ഞങ്ങൾ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ അത് പത്രം ഇട്ടാണ് പോകുന്നത്. അവിടെ കാപ്പിലെ കൃഷ്ണപുരം അവിടെ നിന്നൊക്കെ ആൾക്കാർ വന്ന് എൻ്റെ ഇതിൽ തന്നെ വന്ന് 10-15 പേരോളം ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്കെല്ലാം അമ്മ അനുഗ്രഹം കൊടുക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എല്ലാ പ്രാർത്ഥന. അതുപോലെ വൈകിട്ട് സന്ധ്യ പ്രാർത്ഥനയിൽ ചിലപ്പോൾ എനിക്കൊരു ഷോപ്പുണ്ട് മാരാരിക്കുളം ടെമ്പിളിനടുത്ത് തന്നെയാണ്. അവിടെ വൈകിട്ട് 5:30-6:30 ആകുമ്പോഴാണ് അടച്ചിട്ട് വരുന്നത്. എന്നാലും വീട്ടിൽ വന്ന് ജോലി കഴിഞ്ഞാലും ചിലപ്പോൾ 10:30 ആകും. എന്നാലും ആ സായാഹ്ന പ്രാർത്ഥന മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കും. ബൈബിള് ഓരോ ഭാഗം വായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ ഭാഗവും വായിച്ചു തീർന്ന് പിന്നീടും എനിക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ തുടങ്ങും. പക്ഷേ 91-ാം സങ്കീർത്തനം, 51-ാം സങ്കീർത്തനം, 125-ാം സങ്കീർത്തനം, 121-ാം സങ്കീർത്തനം ഇതെല്ലാം ഞാൻ എല്ലാ ദിവസവും വായിച്ച് ഉറങ്ങുകയുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ഈ ജപമാല കൊണ്ട്, അതുപോലെ തന്നെ വൈകിട്ട് ഈ പ്രാർത്ഥന കഴിഞ്ഞാലും എനിക്ക് ജപമാല ചെല്ലണം. ഈ മൊത്തം 5 രഹസ്യങ്ങളും ഞാൻ
5 രഹസ്യങ്ങളും ചൊല്ലി പ്രാർത്ഥിച്ചിട്ടേ വൈകിട്ട് ഞാൻ കിടക്കാറുള്ളൂ. അപ്പോൾ വൈകിട്ട് 11 മണിയായാലും ഫ്രണ്ടിലുള്ള ആ വരാന്തയിൽ ഞാൻ ഈ ജപമാലയും കൊണ്ട് നടക്കും. ആ 5 എന്താണെന്ന് വെച്ചാൽ ഉറക്കം തൂങ്ങി ചെല്ലരുതല്ലോ, അകത്ത് മെഴുകുതിരി കത്തിച്ച് വയ്ക്കും. അതുപോലെ തന്നെ പുറത്ത് ഈ ജപമാല നടന്ന് ഞാൻ ചൊല്ലിത്തീർക്കും. എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടുകയുള്ളൂ. അഥവാ എനിക്ക് വല്ല തലവേദനയോ വല്ലതും വന്നു കഴിഞ്ഞാൽ ഞാൻ അമ്മയോട് എന്ന് പറയും, അമ്മ ഞാനൊന്ന് കിടന്നോട്ടെ, വൈകിട്ട് എനിക്ക് ചെല്ലാൻ പറ്റിയില്ലല്ലോ. പിന്നെ എന്ന് വെച്ചാൽ രാവിലെ ഞാൻ ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ ഈ ദിവസം ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ അന്നത്തെ രഹസ്യം ഞാൻ ചൊല്ലും. ആ രഹസ്യം ചൊല്ലിക്കഴിഞ്ഞേ ഞാൻ അത് നിർത്താറുള്ളൂ. ആ പ്രാർത്ഥന കഴിഞ്ഞ് എന്നിട്ട് ജോസഫ് അച്ഛൻ പറയുന്ന വാക്കുകളെല്ലാം ഇരുന്ന് കേൾക്കും. പിന്നെ കിച്ചണിലാണെങ്കിലും ആ യൂട്യൂബിൽ കാണുന്ന എല്ലാ ഇതും കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞ ഒരു 15 പേർക്കെങ്കിലും ഇത് യൂട്യൂബിലൂടെ ഞാൻ അയച്ചു കൊടുക്കും. അങ്ങനെയാണ് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ കോടി കോടി നന്ദി പറയുന്നു എൻ്റെ അപ്പായ്ക്കും അമ്മയ്ക്കും. പിതാവിനും അമ്മയ്ക്കും 100 കോടി നന്ദി. മലയാളം എനിക്ക് കുറച്ച് പ്രശ്നമാണ്. കാരണം ഞാൻ 8th സ്റ്റാൻഡേർഡ് മുതൽ പഠിച്ചത് അതിനപ്പുറം ഹിന്ദിയായിരുന്നു. അതുകൊണ്ടാണ് അമ്മയാണ് ഉടമ്പടി എടുത്തത്. ഞാൻ അറിഞ്ഞില്ല ഇതൊന്നും. അപ്പോൾ ഓൾറെഡി എന്നെ പലവട്ടമായിട്ട് വിളിക്കുന്നുണ്ട്. ഞാനിങ്ങനെ കൂട്ടുകെട്ടി എല്ലാവർക്കും അറിയാമല്ലോ, ടീനേജ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറങ്ങിയടിച്ച് നടക്കുന്നതാണ്. എല്ലാ ന്യൂ ജനറേഷൻ പിള്ളേരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനും അതുകൂട്ട് തന്നെയായിരുന്നു. അടിച്ചു പൊളിച്ചൊക്കെ കണക്ക് കൊടുക്കുന്നത്. വിശ്വാസമൊന്നുമില്ല. ഞാൻ ആക്ച്വലി ഹിന്ദുവാണ്. പക്ഷേ എന്നാലും 10th ശേഷം നമ്മുടെ എല്ലാം കേരളം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ജാതിക്കാരും ഒന്നാണ്. എല്ലായിടത്തും ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വിദേശത്ത് പോയി കഴിഞ്ഞാലും കേരളം എന്ന് പറയുമ്പോൾ അവർക്ക് പ്രത്യേകതര സ്നേഹമാണ്. ബിക്കോസ് അവിടെ ജാതി ഭേദം അതൊന്നും ഇല്ലാതെയാണ് എല്ലാവരും താമസിക്കുന്നതെന്ന് അവർക്കറിയാം. സോ എന്നിട്ട് ഞാനങ്ങനെ ഒരു വട്ടം അമ്മ ഇത് കൂട്ട് തന്നെ പറഞ്ഞു കൂട്ട് തന്നെ വയ്യാന്ന് പറഞ്ഞു എൻ്റെ അടുക്ക്. ഞാൻ കുറേ വട്ടം എന്നെ വിളിച്ചു, ഞാൻ വന്നില്ല. ഞാൻ പറഞ്ഞു ഇതൊന്നും ഇല്ല, ചുമ്മാ ഇതിലൊന്നുമല്ല, മനസ്സിൽ മതി, വിശ്വാസം അത്ര ഉള്ളെന്നൊക്കെ പറഞ്ഞ് ഞാൻ നടക്കുന്നത്. എങ്ങും പോകത്തില്ല, പള്ളിയിൽ നിന്ന് മാത്രമല്ല അമ്പലം എങ്ങും പോകത്തില്ലായിരുന്നു ഞാൻ. അങ്ങനെ ഒരു ദിവസം വിളിച്ചുകൊണ്ട് വന്നപ്പോൾ എവിടുന്നാണെന്നറിയില്ല. ഞാൻ ഇതുവരെ ആ CV കണ്ടു കഴിഞ്ഞാൽ ഒറ്റ കമ്പനി എടുക്കത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒറ്റ പേജിൽ CV തീർന്നു. കാരണം അന്ന് ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് 2020 ഞാൻ 2018 ഡിപ്ലോമ പാസ് ഔട്ടായിട്ട് 1920 ഓൾറെഡി ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഗ്യാപ്പ് എല്ലാവർക്കും, പുതിയ പിള്ളേർക്കും എഡ്യൂക്കേറ്റഡ് ഉള്ളവർക്കും അറിയാം. ബിക്കോസ് ആ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടും എടുക്കത്തില്ല. അപ്പോൾ പണ്ടെങ്ങാണ്ട് നൗക്കരിക്കകത്തിട്ട ഒരു CV. അപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഫ്രം മുംബൈ അവർ വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഫേക്കാണ്. എന്നിട്ട് എനിക്ക് വിശ്വാസം വരുന്നില്ല. അപ്പോൾ ഞാൻ ഇതുകൂട്ട് വന്ന് ജസ്റ്റ് ഒന്ന് അമ്മയെ കാണിക്കാൻ വേണ്ടി ഒന്ന് ഇവിടെയൊക്കെ വന്ന് തൊഴുതിട്ട് ഞാൻ നേരെ പുറത്ത് പോയി. അപ്പോൾ അമ്മ ഇവിടെ ഇരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ജസ്റ്റ് പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ ഈ ജഡ്ജിയുടെ കാര്യം പറഞ്ഞത് തന്നെ, ഇത്ര ഹൈ റേഞ്ചിലുള്ള ഹൈ ലെവലിലുള്ള ആൾക്കാർ വരുന്നത് നീ ആരാന്ന് എൻ്റെ അടുക്ക് അമ്മ ചോദിച്ചത് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നുമില്ല, ഞാൻ പുറത്ത് നിന്നോളാം. അപ്പോൾ ഞാൻ അമ്മയെ കയറ്റി ഒന്ന് മുഖം കാണിച്ച് ഇവിടെയൊക്കെ ഒന്ന് തൊഴുത് എന്നിട്ട് പുറത്ത് പോയി. മനസ്സോടെയാണ് വന്നിട്ട് അമ്മയെ ഒന്ന് ഇതാക്കാൻ വേണ്ടി കയറിയതാണ്. പെട്ടെന്ന് തന്നെ ഞാൻ പുറത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കോൾ വന്നു. അമ്മ ചോദിച്ചോട്ട് ഇംഗ്ലീഷിലാണ് കോൾ വന്നത്, ഇതുകൂട്ട് ഒരു കമ്പനിയിൽ നിന്ന് വിളിക്കുവാണ് നിങ്ങളുടെ. അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ CV ആയിരുന്നെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് നിങ്ങൾ അന്നേരം ഓണസ് ടൈമാണ്. അപ്പോൾ ഞാൻ റിഫൈനറി ഓൾറെഡി എനിക്കൊരു വർക്കുണ്ട്, HPCL റിഫൈനറി. ഞാൻ സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും. അപ്പോൾ പിന്നെ ഞാൻ അത് കളഞ്ഞിട്ട് വന്നു. അപ്പോൾ എൻ്റെ ചേട്ടൻ ഓൾറെഡി ഹൈപ്പർ മാർക്കറ്റ് നടത്തുന്നുണ്ട് ഓച്ചിറ, അവിടെ ലാംസി എന്ന് പറഞ്ഞൊരു കടയാണ്. അപ്പോൾ അവിടത്തേക്ക് ഈ ഓണത്തിൻ്റെ സീസൺ ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ എന്നെ വിളിച്ച്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് കോള് വന്ന് ഞാൻ എടുത്ത് ഇതുകൂട്ടാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് അവരുടെ അടുക്ക ചോദിക്കുക, ജോലി കിട്ടിയതുമല്ല, ഞാൻ അവരുടെ അടുക്ക എഗെയിൻസ്റ്റ് ചോദിക്കുവാണ്. HR ഒരു മാഡം ആയിരുന്നു. ആ മാഡത്തിൻ്റെ അടുക്ക ഞാൻ ചോദിച്ച് നിങ്ങൾക്ക് എൻ്റെ CV എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചത്. ഞാൻ ജോലിയുടെ കാര്യമൊന്നുമല്ല ചോദിക്കുന്നത്, CV ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് റെഫറൻസ് അല്ല, ഇത് ഞങ്ങൾ നൗക്കരി ത്രൂ എടുത്തതാണ്. ഞാൻ പറഞ്ഞ ആ CV എഡിറ്റഡ് അല്ല, അപ്ഡേറ്റഡ് അല്ല, പിന്നെ അങ്ങനെ അല്ല ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഓൾറെഡി ആ ടൈമിൽ തന്നെ വോയിസ് കോള് നമ്മുടെ മാനേജറിൻ്റെ ഡയറക്ടറിൻ്റെ കൊടുത്ത്, സേഫ്റ്റി ഡയറക്ടറിൻ്റെ. അന്നേരം തന്നെ എൻ്റെ ഇൻ്റർവ്യൂ. അപ്പോൾ ആ സാറ് ചോദിക്കുന്നുണ്ട് നീ ട്രാവലിങ്ങിലാണോ അതോ പുറത്തെവിടെയെങ്കിലും ആണോ. ഞാൻ പറയും ഇതുകൂട്ടി ഞാനൊരു പള്ളി വരെ വന്നതാണ്, കൃപാസനം എന്ന് പറഞ്ഞ സ്ഥലം വരെ വന്നതാണ്. സാറ് പറഞ്ഞു ഇത് ഹൈവേ സൈഡിലാണെന്ന് പറഞ്ഞ്, നാളെ തന്നെ വണ്ടി കയറിക്കോളണമെന്ന് പറഞ്ഞ് മുംബൈക്ക്. പുള്ളി ഇങ്ങോട്ട് ഫുള്ള് എൻ്റെ ലിസ്റ്റ് എന്ന് വെച്ചാൽ ട്രാക്കിംഗ് ലിസ്റ്റ് എടുത്ത് എവിടെ വീട് അതുവരെ പുള്ളിക്കറിയാം. പുള്ളി പറഞ്ഞ ആലപ്പുഴയിൽ നിന്ന് ഈ ട്രെയിനുണ്ട്, ഇതിന് നാളെ കയറിക്കോളാൻ പറഞ്ഞു. അത്രയും വരെ എടുത്തിട്ടാണ് ആ ഡയറക്ടർ എന്നെ വിളിച്ചത്. അങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ച് ഇത് ഫേക്ക് ആയിരിക്കും, ഇപ്പോൾ ഒരുപാട് ഇത് ജോബ് സ്കാംസ് നടക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. പിന്നെ വീട്ടിൽ പോയി പ്രശ്നമായി. വീട്ടിൽ പറഞ്ഞ് ഇത് ചിലപ്പോൾ പറ്റത്തില്ല അങ്ങനെ ഇങ്ങനെയാന്ന്. പക്ഷേ ചെന്ന് ഞാൻ രണ്ടും കൽപ്പിച്ച് പോയി. അച്ഛൻ എന്നിട്ട് ഞാൻ അറിയാതെ പാസ്പോർട്ട് എടുത്ത് അയച്ചു കൊടുത്തു അവരുടെ അഡ്രസ്സിൽ.
ഞാൻ എന്നിട്ട് പിന്നെ അലമ്പി അവിടെ. ഞാൻ ഇതൊക്കെ ജോബ് സെറ്റായിട്ട് ഞാൻ പിന്നെ അലമ്പി. ഞാൻ പിന്നെ കൂട്ടുകാരന്മാരുടെ കൂടെ ഓണമൊക്കെ അല്ലേ അപ്പോൾ അടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി. പിന്നെ ഞാൻ ഈ ജോബിനെ കുറിച്ച് മൈൻഡ് ചെയ്തില്ല. പക്ഷേ എന്നാലും എൻ്റെ പേരൻസ് അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛൻ അങ്ങനെ ആ അഡ്രസ്സിലോട്ട് അയച്ചു കൊടുത്തു. അഡ്രസ്സിൽ നിന്ന് പെട്ടെന്ന് തന്നെ നേരെ അവർക്ക് എത്തി. ഇത് ഞാൻ അറിയുന്നതെന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. കാരണം ആ സി വിയിൽ മെയിൽ ഐ ഡി എൻ്റെയാണ്. അപ്പോൾ ആ മെയിൽ ഐ ഡി എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് താങ്ക് യു യുവർ പാസ്പോർട്ട് ഹാവ് ബിൻ റിസീവ്ഡ് എന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ റിപ്ലൈ വന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് പിന്നെ ബഹളം, ഇത് ആരെ അയച്ചു കൊടുത്ത്, അവർ ഫേക്കാണ്, ഇനി എനിക്ക് പാസ്പോർട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കേണ്ടെങ്കിൽ വരും. അപ്പോൾ അച്ഛനാണ് എൻ്റെ അടുക്ക പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. നെക്സ്റ്റ് ഡേ ഞാൻ കൂളായി. അച്ഛൻ പറഞ്ഞു എന്തായാലും ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം, നീ എന്തായാലും പോയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ നേരെ അവിടെ പോയി നല്ല അടിപൊളി കമ്പനിയായിരുന്നു. 15 days മാത്രമേ ഞാൻ ഇന്ത്യയിൽ നിന്നുള്ളൂ. നല്ല അടിപൊളി കമ്പനി, അവർ ഫുള്ള് 3 star ഹോട്ടൽ ഫെസിലിറ്റി എല്ലാം. അങ്ങനെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ തന്നെ അങ്ങനെ ഒരു കമ്പനി കാണുന്നത്. ഇത്രയും നല്ലൊരു സ്റ്റാഫ്, ക്രൂ, 10-35 ടീം തന്നെ ഉണ്ട്. എന്താണ്ട് G+20 എങ്ങാണ്ട് ബിൽഡിംഗ് ആണ് മുംബൈയിൽ, മഹാരാഷ്ട്ര താനെ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അത്ര വലിയ ബിൽഡിംഗ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. കൊച്ചി പോലും നമുക്ക് അത്ര വലിയ ബിൽഡിംഗ് ഇപ്പോഴും ഇല്ല. അതിനകത്ത് ഒരു 7th ഫ്ലോറിലായിരുന്നു, G+7th ഫ്ലോറിലായിരുന്നു നമ്മുടെ ഓഫീസ്. അങ്ങനെ അവിടെ ചെന്നിട്ടും ടൈം ഇവർ പെട്ടെന്ന് വിളിച്ചു വരുത്തി, വിസ ഇല്ല, ഓഫർ ലെറ്റർ ആയിരുന്നില്ല, എല്ലാം ഇവിടെ വെച്ചിട്ടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുക, ഇത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കയറി വരിക. അങ്ങനെ വിസ വന്ന് ടിക്കറ്റ് വന്നു. അപ്പോൾ ഇവർ എൻ്റെ ഓഫർ ലെറ്ററിനകത്ത് സ്പെസിഫൈ ചെയ്തത് ആഫ്രിക്കൻ കൺട്രീസ് എന്നേ ഉള്ളൂ, ബംഗ്ലാദേശ്, നേപ്പാൾ. ആഫ്രിക്കൻ കൺട്രീസിൽ അവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല വിച്ച് കൺട്രി ആണെന്ന്, മീൻസ് ഏത് സ്ഥലത്തോട്ടാണ്. ഇപ്പോൾ നൈജീരിയ, കെനിയ, ഇതുകൂട്ടത്തൊക്കെയുള്ള രാജ്യങ്ങളുണ്ട്. അങ്ങനെ എനിക്ക് കിട്ടിയത് സൊമാലി ലാൻഡ്. അതിനൊരു കാരണമുണ്ട്. ഈ സൊമാലി ലാൻഡിൽ എന്ന് പറഞ്ഞൊരു മുസ്ലിം കൺട്രിയാണ്, അവിടെ ആൽക്കഹോൾ ബാൻഡാണ്. അപ്പോൾ അതെന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൾറെഡി ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അറിയാതെ, എനിക്ക് മലയാളം അറിയത്തില്ലല്ലോ, അതിൻ്റെ ഇടയ്ക്ക് അമ്മ എഴുതി കയറ്റിയതായിരുന്നു ഇത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് ഇത്, അപ്പോൾ ഞാൻ നല്ല രീതിയിൽ മദ്യപിക്കുമായിരുന്നു ഈ നാട്ടിലൊക്കെ ഇരിക്കുന്ന ടൈമിൽ. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുള്ള് ഡ്രൈ കൺട്രി. ഇഫ് വി ഡ്രിങ്ക് അവിടെ $2,000 അവിടെ എല്ലാം. ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ 86 rupees-ആണ്. $2,000 3 വർഷം ജയിലാണ്. അതുകൊണ്ട് നമ്മൾ മലയാളികളാരും ഈ പരിപാടിക്ക് പോകത്തില്ല. കാരണം ഉള്ളത് നമുക്ക് നല്ല ശമ്പളം കിട്ടിയായിരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട്. അതുകൊണ്ട് അത് വന്നിട്ട് നാട്ടിൽ വരുമ്പോഴല്ല നല്ലത്. വെറുതെ അവിടെയൊക്കെ കിടന്നിട്ട് ഇന്ത്യൻ എംബസി പോലും ഇല്ല. അപ്പോൾ ഞാനിത് അമ്മയോട് ചോദിച്ചു, അമ്മ ഇവിടെ ഇത് സാധനങ്ങളൊന്നുമില്ല, തിയേറ്റർ ഇല്ല, അടിച്ചുപൊളിയില്ല, ഞാൻ തിരിച്ചു വരുക, ദുബായ് വല്ലതും നോക്കാം, നല്ല അവിടെയാണ്, അതാകുമ്പോൾ എല്ലാം ഉണ്ടെന്ന്. അപ്പോൾ അമ്മ പറയും നീ പേടിക്കണ്ട, മനഃപൂർവ്വം തന്നെ ഞാൻ അങ്ങോട്ട് തന്നെ, അത് മാതാവ് വിട്ടാണ്, നീ അവിടെ നിൽക്കാമെന്ന് പറയും. അപ്പോൾ ഞാൻ എൻ്റെ 1 year കോൺട്രാക്റ്റ് ഫിനിഷ് ചെയ്ത് ഇന്ത്യൻ കമ്പനിയായിട്ട്. ഞാനൊരു കോൺട്രാക്ടർ ബേസിലായിരുന്നു ക്ലയൻറ്റ്. അവിടുത്തെ തന്നെ സോം ഗ്യാസ് എന്ന് പറഞ്ഞ അവിടുത്തെ വലിയ ഗവൺമെൻറ് പ്രൊജക്റ്റ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് പിന്നെ എനിക്ക് കൺസൾട്ടൻറ്റ് ഒരു ദുബായ് ബേസ്ഡ് കമ്പനി, പാകിസ്ഥാനി കമ്പനിയിലാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ അവിടെ ദുബായിൽ പോയി. ദുബായിലാണെന്ന് പറഞ്ഞാൽ ഓക്കെ ലൊക്കേഷൻ ദുബായ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ എൻ്റെ ടിക്കറ്റ് ആയി കഴിഞ്ഞപ്പോൾ അവർ മാറ്റി. പിന്നെ ഈ സ്ഥലത്ത് തന്നെ 2ാമത്തെ വർഷം ഈ സ്ഥലത്ത് തന്നെ ഞാൻ മടുത്ത്. കാരണം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ ഒരു എൻജോയ്മെൻ്റ് ഇല്ല, ഒന്നുമില്ല. വീട്ടിൽ വരിക, പേരൻസായിട്ട് കോൾ ചെയ്യുക, ഫ്രണ്ട്സായിട്ട് കോൾ ചെയ്യുക, ഇത് മാത്രം. ഒരു 1 day നമുക്ക് ലീവുണ്ട്. പിന്നെ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത്, എല്ലാം നമ്മുടെ 1 year കോൺട്രാക്റ്റാണ് നമ്മൾ സൈൻ ചെയ്യുന്നത്. പിന്നെ നമുക്ക് റിന്യൂ ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിരിച്ചു വന്നു. ഒരു വരുന്നല്ല 15, അമ്മ പറഞ്ഞു വിട്ട് 15 ദിവസമൊക്കെ കിട്ടത്തുള്ളൂ. കാരണം 15 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇവിടെ എന്നെ നിർത്തുന്നില്ല. അടുത്ത എനിക്ക് കിട്ടുക എന്താണ് ഓഫർ ലെറ്റർ, വിസ ഓൾറെഡി ഉണ്ട്, അടുത്ത കമ്പനി മാറുക. സെയിം സ്ഥലത്ത് തന്നെ ക്ലയൻറ്റിൽ കിട്ടി. അവരാണ് പറഞ്ഞത് 15 ദിവസത്തിനുള്ളിൽ കയറണം. അതും ആഫ്രിക്ക തന്നെ. ഇപ്പോൾ ഞാൻ ആഫ്രിക്ക തന്നെയാണ്. മിക്കവാറും ഞാൻ അവിടെ തന്നെ പെർമനൻ്റ് ആവും, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട്. വേറെ ഒരു ഓപ്ഷനും ഇല്ല. വേറെ എല്ലാം മരുന്ന് റിജക്റ്റ് തന്നെ അടിച്ചു പോവുകയാണ്. കാരണം വേറെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ സൗദി അവിടെ എല്ലാം അടിപൊളിയാണ്, എല്ലാം കാണും, അലമ്പാനുള്ള എല്ലാ ഇതുമുണ്ട്, ലൂപ്സ് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ലൈഫ് ഇപ്പോൾ ആഫ്രിക്ക തന്നെയാണ്. ഞാനിപ്പോൾ ആഫ്രിക്ക തന്നെയാണ് വന്നത്. ഇനിയും തിരിച്ച് ഞാൻ ആഫ്രിക്കയിലോട്ട് തന്നെയാണ് പോകുന്നത്. ഓൾറെഡി ഞാൻ ഓഫർ ലെറ്റർ സൈൻ ചെയ്ത്. അതുകൊണ്ടാണ് ഞാൻ അമ്മയായിട്ട് വന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യമേ പറഞ്ഞു ഉടമ്പടി എടുത്ത ആൾക്കേ സാക്ഷ്യം പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അറിയാതെ അമ്മ എടുത്താണ് ഉടമ്പടി. അപ്പോൾ എനിക്കും പറയണമെന്ന് തോന്നി. എല്ലാത്തിനും ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. യെശയ്യാ 44:3-4 തിരുവചനങ്ങൾ. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിൻ്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിൻ്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരികളും പോലെ അവർ തഴച്ചു പടരും. ശ്രീദേവി എന്ന ഈ അമ്മയും മകനും എത്ര ദൈവാനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാണ് സന്തോഷത്തോടെ അമ്മയുടെ തിരുനടയിൽ സമർപ്പിച്ച് പറയുന്നത്. അമ്മ ആദ്യം പറഞ്ഞു, അമ്മ ഇവിടെ വരുവാനുണ്ടായ ആദ്യത്തെ ഒരു സാഹചര്യം ഒരു രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് വയറ് തുറക്കുവാനാവാത്ത വിധം അത്രയേറെ തവണ
വയറിൻ്റെ ഉദരത്തിൻ്റെ ഓപ്പറേഷൻ നടത്തിയ ഒരു സഹോദരിയാണ്. വീണ്ടും അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴാണ് അമ്മ മാതാവിൻ്റെ അരികിൽ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങുന്നത്. സഹോദരി പറയുന്നുണ്ട്, ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിലൂടെ പിന്നീടൊരു ഓപ്പറേഷൻ വേണ്ടിവരാതെ പൂർണ്ണമായും ആ വിഷയം സൗഖ്യപ്പെട്ടു. അമ്മ മാതാവിൻ്റെ കൈപിടിച്ച് നടത്തിയെന്ന ഈ അമ്മ 8 തവണ ഉടമ്പടി പുതുക്കിയാണ് ഈ അൾത്താരയിൽ നിൽക്കുന്നത്. അമ്മ പിന്നീട് പറഞ്ഞത് മകനെക്കുറിച്ചാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം ഒരാളുടെ കണ്ണീര് പോലും അത് വെറുതെ ആവില്ല. നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി കണ്ണീരോടെ അമ്മയുടെ കരങ്ങളിൽ ഒരു വിഷയം ഏൽപ്പിച്ചു കൊടുത്താൽ അമ്മ മാതാവ് നമ്മൾ പോലും അത്ഭുതപ്പെടുന്ന വിധത്തിൽ കാര്യങ്ങളെ ഇങ്ങനെ ക്രമീകരിച്ചു കൊണ്ടിരിക്കും. മകനെ അപചാരിതമായി ഇവിടെ കൊണ്ടുവന്നത് അമ്മ മാതാവാണെന്ന് അമ്മ സൂചിപ്പിച്ചു. ഇതാണ് ഉടമ്പടി നമുക്ക് നൽകുന്ന, കണ്ണുകൾക്ക് മുമ്പിൽ നൽകുന്ന വിസ്മയനീയമായ സാക്ഷ്യമെന്ന് പറയുന്നത്. ഒരാൾ മകന് വേണ്ടി നിരന്തരം കൈകൂപ്പി കരഞ്ഞുകൊണ്ട് നടക്കുന്നു. അമ്മ മാതാവ് കരം പിടിച്ച് കൂടുതൽ ശ്രേഷ്ഠതയുള്ള, കൂടുതൽ അനുഗ്രഹമുള്ള, കൂടുതൽ ഐശ്വര്യമുള്ള രീതിയിൽ ആ ജീവിതത്തെയും കുടുംബത്തെയും ക്രമീകരിച്ച് എല്ലാവർക്കും സന്തോഷമുള്ള രീതിയിൽ ജീവിതത്തെ ശുഭകരമായി മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്നു. ഈ കുടുംബത്തിന്, ഈ അമ്മയ്ക്കും മകനും ഇവരുടെ മറ്റെല്ലാ നിയോഗങ്ങൾക്കും അമ്മ മാതാവിലൂടെ ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സോജ. ഞാൻ പാലായിൽ നിന്നും വരുന്നു. ഇതെൻ്റെ 8ാമത്തെ ഉടമ്പടിയാണ്. ഞാൻ 3ാമത്തെ സാക്ഷ്യമാണ് ഇത് അൾത്താരയിൽ പറയുന്നത്. എൻ്റെ ചേച്ചിയുടെ മകന് അമൽ, അവന് കിട്ടിയ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2003 ഇവന് ശക്തമായ നടുവേദന തുടങ്ങിയിരുന്നു. അപ്പം പാലായിൽ പല ഹോസ്പിറ്റലും കാണിച്ചു. ഞങ്ങൾ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അപ്പം അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇവന് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല, ഇവൻ്റെ അഭ്യാസമാണിതെന്നൊക്കെ. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് ഡിസ്ചാർജ് തന്നവർ വിട്ടു. ഞങ്ങൾ പിന്നെയും പാലായിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വന്നു. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവന് ശരീരമെല്ലാം തളർന്ന് നാക്കെല്ലാം കുഴഞ്ഞ് ഇവന് ഏക്കാൻ മേലാത്ത അവസ്ഥയായി. ചെറുതായിട്ട് രോമത്തിലൊക്കെ ചെറിയ തടിപ്പ് കയ്യിലും മേത്തും എല്ലാം വരാൻ തുടങ്ങി. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഡിസ്ചാർജ് വാങ്ങി. അവർ പറഞ്ഞു വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് നേരെ ചേച്ചിയും ചേട്ടനും എല്ലാവരും കൂടി അമൃതായിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഇവനെ നേരെ വെൻറ്റിലേറ്ററിലോട്ടാണ് കയറ്റിയത്. തീരെ അവശതയായിരുന്നു അന്നേരത്തേക്കും. അപ്പം ബ്ലഡെല്ലാം ടെസ്റ്റ് ചെയ്യാനെടുത്തു. രാവിലെ റിസൾട്ട് പറയാമെന്ന് പറഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ ഇവന് ബ്ലഡ് ക്യാൻസർ 4ാം സ്റ്റേജാണ്, ഇനി ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞു. ഇവനോടാണ് ഡോക്ടർമാർ ആദ്യം പറഞ്ഞത്. അവർ ഇവൻ്റെ തോളിൽ തട്ടിച്ച് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ടാണ് ചേച്ചീനെ ഞങ്ങൾ എല്ലാവരെയും വിളിച്ചത് പറയുന്നത്. വീട്ടിൽ നിന്ന് ഞങ്ങളെല്ലാവരും ചെന്നു. കൊച്ചു വളരെയധികം അവശത കിടക്കുമായിരുന്നു. ഞങ്ങൾക്ക് കണ്ടിട്ട് നമ്മളാരും വിചാരിക്കാത്ത ഒരു കാര്യമാണ് അവിടെ നിന്ന് കിട്ടിയത്. ഞാൻ വീട്ടിൽ വന്നു. ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞു രാവിലെ നമുക്ക് കൃപാസനത്തിൽ പോകണം, എനിക്ക് മാതാവിൻ്റെ അടുത്ത് പോയി പറയണം, വേറെ ആരും ഇത് നോക്കിയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്കവിടെ ചികിത്സിക്കാൻ പോലുമുള്ള പൈസയില്ല, ഒന്നുമില്ല, ഒരിടത്തുനിന്ന് നമുക്കൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. രാവിലെ ഞങ്ങളിവിടെ വന്നു, ഉടമ്പടി എടുത്തു. ഞാനിവിടെ മാതാവിനോട് 2 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഞങ്ങളുടെ കൊച്ചിൻ്റെ ജീവൻ ഞങ്ങൾക്ക് തിരിച്ചു തരണം, ഇതിന് വേണ്ടുന്ന ചികിത്സാ ചിലവ് എവിടുന്ന പൈസയെന്നൊന്നും അറിയത്തില്ല, ഞങ്ങൾക്ക് ആരും സഹായിക്കാനുമില്ല, അമ്മ എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളെടുത്ത് തരണം എന്ന് പറഞ്ഞു. ഓരോ ദിവസം ചെല്ലും തോറും ഇവന് ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു ചികിത്സിക്കാനൊന്നും പറ്റത്തില്ല, കാരണം ഷുഗർ 500-ന് മുകളിലോട്ടായി. അപ്പോഴത്തേക്കും മരുന്നൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരിക്കെ 6 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വെൻറ്റിലേറ്ററിൽ നിന്ന് ഇറക്കുവാണ്, നമുക്ക് ICUലോട്ട് മാറ്റാം, ഇങ്ങനെ അവിടെ കിടത്തിയിട്ടും കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിവന് വീട്ടിൽ നിന്ന് ചെറിയ രീതിയിൽ ഭക്ഷണം, അതായത് ദോശ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനിവന് അവിടെ കൊടുത്തു. പിന്നെ ഒരു തുള്ളി ഉപ്പിട്ട് ഞാനിവന് കപ്പിനകത്ത് 1 കപ്പ് വെള്ളവും കുടിക്കാൻ കൊടുത്തു. കാരണം ഡോക്ടർമാർ പറഞ്ഞു ഇനിയിപ്പം നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല, ഒന്നും ചെയ്യാനുമില്ല, കാരണം മരുന്ന് ഒന്നും ഇനി ചെയ്യത്തില്ല, ഷുഗർ അത്ര മേളിൽ നിൽക്കുകയെന്ന് പറഞ്ഞു. പിന്നെ ഇവൻ്റെ നടുവിന് ഞാൻ നെറ്റിയിലും അഭിഷേക തൈലം, കാരണം വേറെ ഒന്നും ഒരു ആശ്രയമില്ല. അറിഞ്ഞ മനുഷ്യരെല്ലാം പറഞ്ഞു പൈസയില്ല, ഒന്നുമില്ല, നിങ്ങൾ ആ കൊച്ചിനെ അവിടെ ഇടാതെ RCCയിലോട്ട് കൊണ്ടുപോയി, എന്ത് കണ്ടിട്ടാണ് അവിടെ ഇട്ട് നിങ്ങൾ ചികിത്സിക്കുന്നത്, ആളും പോകും പൈസയും പോകും, നിങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾ പക്ഷേ മാതാവിൽ അടിയുറച്ച് വിശ്വസിച്ചു. അമ്മ ഇടപെട്ടാൽ ഇത് പൂർണ്ണമായി സുഖപ്പെടുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. ഞാനിവൻ്റെ കയ്യിൽ കാശ് രൂപയും ഒരു കൊന്തയും കൊടുത്തിട്ട് ഞാൻ പോന്നു. അതിനുശേഷം എൻ്റെ ഉടമ്പടിയുടെ 75 ദിവസമായപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ വന്നു. അമ്മേ, ഒരു മാറ്റവും ഒന്നും കാണുന്നില്ല ഞങ്ങളുടെ കൊച്ചിന്.
അമ്മ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഈ അൾത്താരയുടെ ഇവിടെ വന്ന് നിന്ന് ഞാൻ പറഞ്ഞിട്ട്, ഞാൻ ഇവിടെ നിന്നപ്പോൾ എവിടുന്നോ ഒരു സ്വരം കേട്ടു, നീ പൊക്കോ എന്നൊരു വാക്ക് കേട്ടു. ഞാൻ കരഞ്ഞുകൊണ്ട് ദവടം വരെ ചെന്നിട്ട് ഞാൻ വന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് പറഞ്ഞില്ലല്ലോ എന്നോർത്ത് ഞാൻ തിരിച്ച് വീണ്ടും ഇവിടെ വന്നു നോക്കി. ഞാൻ പറഞ്ഞു, അമ്മേ, അടയാളങ്ങളും അത്ഭുതങ്ങളും ഇല്ല. കൊച്ചിന് ഓരോ ദിവസം ചെല്ലുന്തോറും ക്ഷീണവും കൂടിക്കൊണ്ടിരിക്കുക, ഒരു മാറ്റവും വരുന്നില്ല. അമ്മ എന്തെങ്കിലും വേഗം ഇടപെടണം എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് കണ്ണടച്ച് നിന്നപ്പോൾ വീണ്ടും ഭയങ്കര ധൃതിയിൽ എന്നോട് പറഞ്ഞു, നീ പൊക്കോ, ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞു. ഞാനിവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ ചെന്നു. വൈകുന്നേരമായപ്പം അമ്മ എന്നോട് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഇവിടെ വന്ന് നിന്ന സമയത്ത് ആ ശബ്ദം കേട്ട് ഞാൻ വീണ്ടും കരഞ്ഞുകൊണ്ട് തന്നെ വീട്ടിലോട്ട് ചെന്നു. വൈകിട്ട് ചെന്നപ്പോഴത്തേനും അമ്മ എന്നോട് പറഞ്ഞു, കൊച്ചിനെ വീണ്ടും വെന്റിലേറ്ററിലോട്ട് തന്നെ കയറ്റി, ഒരു പ്രതീക്ഷയില്ല. ഞാൻ പറഞ്ഞു, അമ്മേ, ഞാൻ ഇന്ന് മാതാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവന് സുഖപ്പെട്ട് വരുമ്പോൾ ഈ ഉടമ്പടി 90 തീരുന്നതിനിപ്പുറം നമുക്ക് അവനെയായിട്ട് ഈ മുറ്റത്ത് വരണം എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, ഇതൊന്നും ഇപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ല, നമുക്ക് ഇതൊന്നും അല്ല ആവശ്യം, കൊച്ചിനെ ഇങ്ങനെ കിടന്നാലും വേണ്ടിയല്ല, അവന് ഒരു ശ്വാസമെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊന്നുമല്ല. പക്ഷെ ഞാൻ പറയുന്ന ആ സമയത്ത് അവിടെ കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ലായിരുന്നു. ഞങ്ങൾ ഹിന്ദുക്കളും കൂടെയാണ്. അതിനുശേഷം വൈകിട്ട് ഞാൻ കിടന്നുറങ്ങിയപ്പം ഈ അൾത്താരയിൽ ജോസഫ് അച്ഛന് 4 പേര് അച്ഛൻ്റെ ഫ്രണ്ടിൽ ഈ അൾത്താരയിൽ നിൽപ്പുണ്ട്. പാദം വരെ വെള്ള ഉടുപ്പിട്ട് താടി കെട്ടും കെട്ടി 4 പേര് നിൽപ്പുണ്ട്. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാണോ എന്തോ അച്ഛൻ ചെയ്യുന്നുണ്ട്. ഞാനോർത്തു, ഞങ്ങളുടെ കൊച്ചിന് എന്തെങ്കിലും സംഭവിക്കും, അതായിരിക്കും ഞാനിങ്ങനെ സ്വപ്നം കണ്ടതെന്ന്. പക്ഷേ എനിക്കത് ആരോടും പറയാനും എനിക്ക് പേടിയായിരുന്നത്. വീട്ടിലോട് ആരോടും ഇത് പറഞ്ഞ് ആർക്കും അത് മനസ്സിലാകത്തുമില്ല. കാരണം ഇവന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് തന്നെ എല്ലാവരും വിചാരിക്കുള്ളൂ. അതിനുശേഷം എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ലാസറിനെ ഉയർത്തിയ കർത്താവ് എൻ്റെ മനസ്സിലേക്ക് വന്നു. എനിക്കന്നേരം എത്ര സന്തോഷമായെന്ന് എനിക്കത് പറഞ്ഞറിയിക്കാൻ ഇപ്പോഴും എനിക്കറിയത്തില്ല. കാരണം 2023 ഇത് നടക്കുന്നത്. എനിക്കത് ഇപ്പോഴും അത് ഓർക്കാൻ പറ്റത്തില്ല. അച്ഛനെ ദൈവദൂതൻ ലാസറിൻ്റെ ഉയർത്തിയ പോലെ ഞങ്ങളുടെ കൊച്ചിനെ ദൈവം അവിടെ നിന്ന് ഉയർത്തി. അതിനുശേഷം ഇവനെ ബോൺ മാരേജ് ചെയ്യാൻ കയറ്റിയപ്പോൾ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതിവൻ പറയും. ആ ഉടമ്പടി എൻ്റെ 90-ന് 87-ാം ദിവസം ഞങ്ങൾ ഇവനുമായി ഈ അൾത്താരയിൽ ഇവിടെ ഈ മുറ്റത്ത് ഞങ്ങൾ വന്ന് നിന്നു. മാതാവ് തന്ന വലിയൊരു അത്ഭുതമാണത്. അത്രയും ഡോക്ടർമാർ വരെ കൈയഴിഞ്ഞിട്ട് അവനെ ഞങ്ങൾക്ക് ദൈവം തന്നതാണ്. ഞാൻ ആ സമയത്തെല്ലാം എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ശക്തമായിട്ട് ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും ഞാൻ ചെയ്തു. വചനം വായന നല്ലപോലെ ഞാൻ ശക്തമാക്കി. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനും തുടങ്ങി. കാരുണ്യ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അത്രയും മാനസികമായി പ്രശ്നം നേരിടുന്നവർ മാത്രമാണ് ഒരാശ്വാസം തന്നത്. അവരാണ് പറഞ്ഞത്, അവനെ സുഖപ്പെട്ട് കഴിയുമ്പോൾ ഞങ്ങളുടെ അടുത്തൊന്ന് കൊണ്ടുവരണം കേട്ടോന്ന്. കാരണം അല്ലാതെ ആര് സംസാരിച്ചാലും പറയും അവന് കിട്ടത്തില്ല, നിങ്ങൾ അവന് എത്രയും വേഗം നല്ലൊരു മരണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമാണ് പറഞ്ഞത്. അതിനുശേഷം ഇവന് കിട്ടിയ അനുഭവം ഇവൻ പറയും. നട്ടെല്ല് വളച്ച് പോലെ നമ്മളെ കിടത്തിയിട്ടാണ് ബോൺ മാരേജ് ചെയ്യുന്നത്. അതിൻ്റെ അത് നമ്മളെ പച്ചക്കാണ് നടുവ് കുത്തിപ്പറിക്കുകയാണ് ചെയ്യുന്നത്. നടുവ് കുത്തിപ്പറിച്ച് പച്ചക്കാണ് നട്ടെല്ലിൽ നിന്ന് മജ്ജ എടുക്കുന്നത്. എന്നെ അങ്ങനെ കിടത്തിയ സമയത്ത് എനിക്ക് വല്ലാത്ത വേദനയായിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞാൻ്റി തന്നൊരു കാശിരൂപം ഉണ്ടായിരുന്നു ഇവിടുത്തെ, അതും കൈവച്ചുകൊണ്ടാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലവിടെ കിടക്കുന്നത്. എന്നാൽ എന്നെ കിടത്തി കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ ആദ്യം നട്ടലിങ്ങനെ കുത്താൻ തുടങ്ങി. എനിക്ക് നല്ല വേദന എടുക്കാൻ തുടങ്ങി. ഈ കാശിരൂപ ഞാൻ കയ്യിൽ മുറുകെ പിടിച്ചേക്കുമായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വേദന വരുന്നില്ല. പക്ഷേ ഞാൻ നോക്കുമ്പോൾ എൻ്റെ സൈഡിലെല്ലാം നന്നായിട്ട് ബ്ലഡ് കിടപ്പുണ്ട് എൻ്റെ തന്നെ. കാരണം നമ്മളെ മരപ്പിക്കുന്നില്ല, നമുക്ക് നന്നായിട്ട് വേദനയെല്ലാം അറിയാം നമുക്ക്. പക്ഷേ ബ്ലഡ് എടുക്കുമ്പോൾ എനിക്ക് ബ്ലഡിൻ്റെ മണമല്ല വരുന്നത്. എനിക്കൊരു ഭയങ്കര ഒരു മുല്ലപ്പൂവിൻ്റെയും അങ്ങനെയൊക്കെയുള്ള ഒരു നല്ലൊരു മണമാണ് വരുന്നത്. എനിക്ക് ഒരു തുള്ളി വേദന പോലും എനിക്കന്ന് അനുഭവപ്പെട്ടിട്ടുമില്ല. എനിക്കത് വല്ലാത്തൊരു അനുഭവമായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് വരെ എനിക്ക് അങ്ങനൊരു ബോൺ മാരേജ് ചെയ്യേണ്ടോ എനിക്കൊരു മരുന്ന് കഴിക്കേണ്ടതായിട്ട് ഓരോ കാര്യം വന്നിട്ടില്ല. ഈ കഴിഞ്ഞ ഇടയ്ക്കും ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തു. ഇപ്പോഴും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാനിപ്പം 1 വർഷത്തോളമായിട്ട് ജോലിക്ക് പോകുന്നു, സ്വന്തം കാര്യം നോക്കുന്നു, വീട്ടിലെ കാര്യം നോക്കുന്നു, നന്നായി തന്നെ എൻ്റെ കാര്യങ്ങൾ നടക്കുന്നു. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എത്ര പറഞ്ഞാലും കടപ്പാടും മാറിയേരാം. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടുന്ന് പത്രം ആദ്യമൊക്കെ വാങ്ങിച്ചു കൊണ്ട് കടകളിലൊക്കെ കൊടുക്കുമായിരുന്നു, ഓട്ടോ സ്റ്റാൻഡിലുമൊക്കെ. പിന്നെ ആയപ്പം എൻ്റെ മനസ്സിൽ അത് മാറി. ഇപ്പം ഞാൻ 5 കെട്ട് പത്രം വാങ്ങി നമ്മുടെ നിത്യാരാധന ചാപ്പലിൽ പോകും. സമ്പൂർണ്ണ ജപമാല മുട്ടിൽമേൽ നിന്ന് ചൊല്ലി ഇവിടുന്ന് ഇറങ്ങിയാണ് ഓരോ പത്രവും ഞാൻ ഓരോരുത്തർക്കും കൊണ്ട് കൊടുക്കുന്നത്. ആ പത്രം കൊടുത്ത ഓരോ കുടുംബത്തെയും അത് വാങ്ങിച്ച ഓരോ വ്യക്തികളെ അവരുടെ കുഞ്ഞുങ്ങളെയും ഞാനിപ്പോൾ പ്രാർത്ഥിച്ച് സമർപ്പിക്കുകയാണ്. പിന്നെ കാരുണ്യ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഞാൻ 25 പൊതിച്ചോറ് വെച്ച് എല്ലാ മാസവും
ഞങ്ങളുടെ കൃപാസനം മാതാവെന്നും പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അതിൽ ബിനു എന്ന് പറയുന്ന വ്യക്തിയെ ഏൽപ്പിച്ച് ഞങ്ങളെല്ലാവരും കൂടെ സഹകരിച്ച് നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ജപമാല ഞാൻ ഒരിക്കലും അത് മുടക്കാറില്ല. അത് ഒരു ദിവസവും എനിക്ക് എന്ത് ജോലിയുണ്ടെങ്കിലും എൻ്റെ ജപമാല കഴിഞ്ഞിട്ടേ ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളൂ. അതുപോലെ വചനം വായനയും. ഞാൻ സമ്പൂർണ്ണ ബൈബിൾ ഇപ്പോൾ 6ാം തവണ വായിച്ച് സങ്കീർത്തനം വരെ എത്തി നിൽക്കുകയാണ്. എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. വചനം വായിച്ച് മാത്രമാണ് ഞങ്ങളുടെ ഈ കൊച്ചിനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. കാരണം നല്ലൊരു ഉത്തരം ആരും തരുന്നില്ല. വചനത്തിൽ കൂടെ മാത്രമാണ് ദൈവം അതെനിക്ക് വെളിപ്പെടുത്തി തന്നത്. അതുപോലെ തന്നെ ഇവന് അസുഖം വന്ന സമയത്തെല്ലാം എൻ്റെ മക്കൾ 2 പേരും എൻ്റെ കൂടത്തിൽ പത്രം കൊടുക്കാൻ വരുകയും ഇവനിലുള്ള ആ സുഖപ്പെടലിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് വീട്ടിലെല്ലാവർക്കും പൂർണ്ണ വിശ്വാസമായി. എൻ്റെ മക്കൾ 2 പേരും ഇപ്പോൾ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. ഇത്രയും അധികം അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ജീവിതം മുഴുവൻ, കാരണം മരണം എന്തെത്തുന്നോ അതിൽ നിന്നല്ലാതെ ഉടമ്പടിയിൽ നിന്ന് എന്നെ വേർപെടുത്താൻ ഈ ലോകത്തിൽ ഇനി സാധിക്കത്തില്ല. അത്രമാത്രം മാതാവിനോട് കടപ്പെട്ടിരിക്കുകയാണ്. ഈ രൂപത്തിൽ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയത് ആ ജീവിതം തന്ന ദൈവത്തിനും 1000 നന്ദി പറയുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് 16-ാം അധ്യായം 12-ഉം 13-ഉം തിരുവചനങ്ങൾ. കർത്താവെ, മരുന്നോ ലേപനോ ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അങ്ങേക്ക് അധികാരമുണ്ട്. മനുഷ്യരെ പാതാള കവാടത്തിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് വീണ്ടെടുക്കുന്നതും അവിടെ നിന്നാണ്. സോജ ഷിജുവിൻ്റെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത്. ബോൺ മാരോ ബ്ലഡ് ക്യാൻസർ ബാധിച്ച ഈ മകന് വേണ്ടി ആൻറ്റിയാണ് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചത്. വൈദ്യശാസ്ത്രം കൈവിട്ടു. ഇവരുടെ സാമ്പത്തിക നില വളരെ താന്നുപോയി. ചികിത്സയ്ക്ക് മുന്നോട്ട് യാതൊരു സാധ്യതയുമില്ല. ഇനി എനിക്ക് പരിശുദ്ധ അമ്മ മാത്രമേ മാധ്യസ്ഥം അപേക്ഷിക്കാനുള്ളൂ എന്ന ഒരു വലിയ സങ്കടത്തിൽ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ ഒരു വലിയ അത്ഭുതത്തെക്കുറിച്ചാണ് നാം കേട്ടത്. ഈ അമ്മ ഇവിടെ പറയുകയായിരുന്നു, എന്നെ ഈ ഉടമ്പടിയിൽ നിന്ന് ആർക്കും വേർപ്പെടുത്താൻ സാധിക്കുകയില്ല. വിശുദ്ധ പൗലോസ്ലീഹ തന്നെ ലേഖനത്തിൽ പറയുന്നത് പോലെ, കൊറിന്തോസാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ആർക്കും എന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപ്പെടുത്താൻ കഴിയുകയില്ല. അത്രമാത്രം പൗലോസ്ലീഹ ആ ദൈവസ്നേഹം അനുഭവിച്ചവർക്ക് മാത്രമേ, ഉടമ്പടി കൃത്യമായി ജീവിച്ചവർക്ക് മാത്രമേ അത്രയും വലിയൊരു വെല്ലുവിളി ഏറ്റെടുക്കാനായി സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. വലിയ ഒരു അത്ഭുതത്തിന് സാക്ഷിയായി നമുക്കെല്ലാവർക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ബ്ലഡ് ക്യാൻസർ മൂലം ജീവിതത്തെ പ്രത്യാശയില്ലാതെ വേദനിക്കുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം. ഇവിടെ എത്തിച്ച മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദിയുണ്ട്. ഞാൻ 2022 മെയ് മാസത്തിലാണ് ഉടമ്പടി എടുത്തത്. ഞാൻ 12 പ്രാവശ്യം പുതുക്കിയിട്ടുണ്ട്. 2022 ജനുവരിയിലാണ് എൻ്റെ മകളുടെ വിവാഹം നടന്നത്. വിവാഹത്തിന് ശേഷം ഞാൻ വലിയൊരു കടത്തിനകത്തായിപ്പോയി. അങ്ങനെ വീടിന് പുറത്തിറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയിലായിരുന്നു എൻ്റെ ജീവിതം. ഇതൊന്നും ഞാൻ എൻ്റെ മകളെ അറിയിച്ചിരുന്നില്ല. ഞാനും എൻ്റെ ഭർത്താവും ഒരുപാട് കടങ്ങളുടെ നടുക്കിലായപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്നേരം പറഞ്ഞു, നമുക്ക് ആത്മഹത്യ ചെയ്യാം. ഒരു മകനുണ്ടല്ലോ, ആ പണി തീരാത്തൊരു വീടാണ് എനിക്ക് കിടക്കുന്നത്, അവൻ ആ വീട് പൂർത്തിയാക്കി എടുത്തുകൊള്ളും, നമുക്ക് മരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് മരിക്കേണ്ട, കാരണം ദൈവം നമ്മളെ രക്ഷിക്കും, ഇതിൽ ഏതെങ്കിലും വിധത്തിലെങ്കിലും രക്ഷിക്കും, അതുകൊണ്ട് നിങ്ങളങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. അങ്ങനെ ആ വിഷമത്തിനിടയ്ക്ക് ഒരു വശത്ത് കടക്കാരുടെ വരവും മറുവശത്ത് ആത്മഹത്യയുടെ വക്കിലും ഞങ്ങൾ നിൽക്കുകയാണ്. ആ ഒരു അവസരത്തിലാണ് ഒരു ചേച്ചി വന്ന് ഞങ്ങളുമായിട്ട് കാണാൻ. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, പിന്നെ ആലപ്പുഴയിൽ ഒരു പള്ളിയുണ്ട്, കൃപാസനം എന്നുള്ളൊരു പള്ളിയുണ്ട്, ഈ പള്ളിയിൽ പോയി നിങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞാൽ മാതാവ് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വഴി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ വന്നു. വന്നെങ്കിലും അന്ന് തന്നെ അച്ഛൻ്റെ ക്ലാസ് കേൾക്കാൻ ഇടവരികയും ഞങ്ങൾ ആ ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിനുശേഷം ഒരുപാട് കരഞ്ഞ് കണ്ണുനീരോട് കൂടി ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഈശോയെ, ഞങ്ങളെ ഈ പടുകുഴിയിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞു ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു ദിവസം സന്ധ്യയ്ക്ക് ഞാനിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, അന്ന് ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ വീടിൻ്റെ മുട്ടി നിൽക്കുന്നു മാതാവ്. അതായത് ഒരു
പിന്നെ കിന്നാരും പോലുള്ള ഒരു ഇതൊക്കെ വെച്ചും കൊണ്ട് കിന്നരൊക്കെ തൊപ്പിയായി വെച്ചും കൊണ്ട് മാതാവ് ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ മുട്ടാങ്കാലിൽ തന്നെ വാ വെച്ചുകൊണ്ട് ഞാൻ ഓടിച്ചെന്ന് കമന്ന് വീണു. അങ്ങനെ ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കി, മാതാവേ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു വീണു. പിന്നെ നോക്കിയപ്പോൾ അവിടെ ഒരു ചേച്ചിയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, എന്ത് പറ്റി നിനക്ക്? ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ കണ്ടില്ല. അന്നേരം പറഞ്ഞു, എനിക്ക് മനസ്സിലായി നീ എന്നെയല്ല കണ്ടത്, നീ മാതാവിനെയാണ് കണ്ടതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം പിന്നെ എൻ്റെ ജീവിതത്തിൽ ഓരോന്നും എനിക്ക് വരാൻ തുടങ്ങി, നല്ല നല്ല കാര്യങ്ങൾ വരാൻ എനിക്ക് തുടങ്ങി. കാരണം എനിക്കത് മനസ്സിലായി, മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ പണിയും തുടങ്ങി. വീടിൻ്റെ പണി പൂർത്തിയായി, താമസവും ആരംഭിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം കടക്കാർ എന്നിട്ടും ഞങ്ങളെ വിട്ടില്ല, എന്നാലും ഞങ്ങൾ അവിടെ താമസിച്ചു. അങ്ങനെ ഒരു ദിവസം പിന്നെ എന്നോട് വന്ന് പറഞ്ഞു, നമുക്ക് ഈ വീട് ഒറ്റയ്ക്ക് കൊടുക്കാം, കടക്കാരിൽ നിന്ന് രക്ഷപ്പെടാണ്ടേ. അങ്ങനെ ഞങ്ങൾ ആ വീട് ഒറ്റയ്ക്ക് കൊടുത്തുകൊണ്ട് ഞങ്ങൾ ദൂരേക്ക് മാറിപ്പോയി. അവിടെ നിന്ന് 2 ബസ് കയറിയാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. അങ്ങനെ ആ ഒരു ദിവസം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, മാതാവ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥിതി വരുത്തില്ലായിരുന്നല്ലോ എന്നും പറഞ്ഞു തള്ളി പറയേണ്ടി വന്നു. അപ്പോൾ ഞാനും പറഞ്ഞു ശരിയാണല്ലോ, പക്ഷേ ഞാനൊരു ഹിന്ദുവാണ്. എന്നിട്ട് തന്നെ ഞാൻ പറഞ്ഞു ശരിയാണല്ലോ എന്ന് പറഞ്ഞ് ഞാനും മാതാവിനെ തള്ളി പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഫലമായിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് സുഖമില്ലാതായി. അപ്പോഴെന്താണെന്ന് അറിയാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നപ്പോഴാണ് അറിയുന്നത് ബ്ലഡ് ക്യാൻസറിൻ്റെ തുടക്കമാണെന്ന് പറഞ്ഞു. അപ്പോഴേ മനസ്സിലായി, മാതാവേ നീ എനിക്ക് തന്ന ശിക്ഷയാണോ ഇത്? അങ്ങനെ മാതാവിനോട് ക്ഷമ പറഞ്ഞു. അവസാനം വീണ്ടും ഞാൻ കരഞ്ഞു പറഞ്ഞുകൊണ്ട്, മാതാവേ ഈ രോഗത്തിൽ നിന്ന് എൻ്റെ ഭർത്താവിനെ രക്ഷപ്പെടുത്തി തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് ഇദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ മണ്ണും മരുന്നും ഒന്നും കഴിക്കുന്നില്ല, മാതാവ് മാറ്റുന്നെങ്കിൽ മാറ്റട്ടെ എന്ന് കരുതി ഈ 2 വർഷം വരയ്ക്കും ഇദ്ദേഹം പിന്നെ ആശുപത്രിയിലോട്ട് പോയില്ല. എൻ്റെ മനസ്സിൽ പേടിയുണ്ടായിരുന്നു, ദൈവമേ ഇങ്ങനെ ആശുപത്രി പോകുന്നില്ലല്ലോ. എന്നിട്ട് ഞാൻ ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു, മാതാവേ ഒരു രോഗവും കൊടുക്കരുതേ എന്ന് പറഞ്ഞു. ഒരു ഗുളിക പോലും അതായത് കഴിച്ചിരുന്നില്ല ആ സമയത്ത്. ആ 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഈ കഴിഞ്ഞ 2 മാസം ആയതേ ഉള്ളൂ, വയറെല്ലാം കൂടെ ഊതിപ്പെരുവി ഒരു വല്ലാത്ത അവസ്ഥയിലായി. അപ്പം പറഞ്ഞ് എനിക്ക് തീരെ വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ വെഞ്ചരിച്ച ഉപ്പും തൈലവും എടുത്ത് ഉപ്പ് നാക്കയിലിട്ട് കൊടുത്തിട്ട് തൈലം കുരിശ് വരച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, മാതാവേ ഈ പോകുന്ന കണക്ക് ഞങ്ങൾ തിരിച്ച് സന്തോഷത്തോടെ എൻ്റെ വീട്ടിൽ തിരിച്ചെത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോയി. ആ ട്രെയിനിലിരുന്നപ്പോൾ ഒരുപാട് യാത്രക്കാർ ഉണ്ടായിരുന്നു. എൻ്റെ നടുക്ക് ഞാൻ ഇരിക്കുകയാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ ഈ ഫയലെല്ലാം എൻ്റെ കയ്യിലിരിക്കുക. അപ്പോഴും ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് മാതാവിനോട് ഉള്ളൊരുങ്ങി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അന്നേരം ആ നിമിഷം എൻ്റെ കണ്ണിൽ പെട്ടെന്നൊരു പ്രകാശം വന്നു കയറി. എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല, ആരെയും കാണാൻ പറ്റുന്നില്ല, പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന ഫയൽ മാത്രം എനിക്ക് കാണാം. അപ്പോഴും 1/2 മണിക്കൂർ നേരം ഞാനിങ്ങനെ ഈ മരവിച്ചിരുന്ന് പോയി. അപ്പോഴെനിക്ക് മനസ്സിലായി ഈ മാതാവ് എൻ്റെ കൂടെ തന്നെയുണ്ട്, എൻ്റെ ഭർത്താവിന് ഒരു രോഗവും കാണത്തില്ല എന്ന്. അതുപോലെ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴും ഡോക്ടർ പറഞ്ഞു, എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ 3 മണിക്കൂർ കഴിഞ്ഞ് ഈ റിസൾട്ട് വരുമ്പോൾ പറയാൻ പറ്റൂ, അതല്ല ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു, 2 മണിക്കൂറിനകം കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവിടെ ഇരുന്നു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എന്തായാലും ഒരു 15 മിനിറ്റ് കൊണ്ട് എനിക്ക് റിസൾട്ട് വന്നു, എൻ്റെ ഭർത്താവിന് ഒരു രോഗവുമില്ലെന്ന്. അതോടെ എൻ്റെ മാതാവിനോട് ഞാൻ നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ നഷ്ടപ്പെട്ടൊരു വാഹനം എനിക്ക് നഷ്ടപ്പെട്ടിരുന്ന തിരിച്ചു കിട്ടുമെന്ന് പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ മാതാവ് അതിനും എനിക്കൊരു വഴി കാണിച്ചു തന്നു. ആ വാഹനം ഞാൻ തിരിച്ചെടുത്തു. അതിനുശേഷം ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തരുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല മുല്ലപ്പൂവിൻ്റെ മണങ്ങൾ വരും. അപ്പോൾ എനിക്ക് മനസ്സിലാവും മാതാവാണിത് വരുന്നത്. കൂടെ പ്രകാശവും എൻ്റെ കണ്ണിലടിക്കാൻ. അപ്പോഴും ഞാൻ പറയും, മാതാവ് എൻ്റെ കൂടെയുണ്ട്, തിരുകുമാരനും എൻ്റെ കൂടെയുണ്ട്. ഞാൻ എല്ലാ ആൾക്കാരോടും ഞാനത് പറഞ്ഞു കൊടുന്നു. അപ്പോഴെല്ലാവരും അത് സുപ്രഭേ നിൻ്റെ കൂടെ എന്തായാലും മാതാവ് നിന്നെ കൈവിടത്തില്ല, നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ഇന്നും ജീവിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പിന്നെ ഉപവാസം മുടങ്ങാതെ ഞാൻ ഉപവാസം എടുക്കാറുണ്ട്. 5 മണിക്ക് 4:30 എണീച്ച് ബൈബിള് വായിക്കും. 5
ഞാൻ എൻ്റെ വൃക്ക വയ്ക്കാൻ പോവാ. അച്ഛൻ്റെ തോളിലടിച്ച് ഇറങ്ങിപ്പോ കുരിശെടുത്ത് തലയിൽ വെച്ച് എന്തോ വെള്ളം തന്നിട്ട് പറഞ്ഞു, പൊയ്ക്കോ, വൃക്കയും വയ്ക്കണ്ട, ഒന്നും വയ്ക്കണ്ട. ഞാൻ പുതിയ കോണ്ടാക്ട് പണിയെടുത്ത് മെച്ചപ്പെട്ട് കടക്കാർ എടുത്തുകൊണ്ട് പോയ കാറ് തിരിച്ച് അതേ കണക്ക് ഞാൻ എടുത്തു. അതേ വാഹനം തന്നെ ഞാൻ തിരിച്ചെടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് എല്ലാ പാവത്തുങ്ങൾക്കും 51 പേർക്ക് ഞാൻ ആഹാരം കൊടുത്ത്. എന്നിട്ട് ഞാൻ കൊട്ടാരക്കര ഒരു വൃദ്ധസദനത്തിൽ 30 അച്ഛനും അമ്മയ്ക്കും അവർക്ക് വസ്ത്രവും ആഹാരം മെഡിസിൻ ഇതും കൊടുത്ത്. ഇനിയും കൊടുക്കാൻ എൻ്റെ തിരുകുമാരനും എൻ്റെ മാതാവും വിചാരിച്ച് ഞാൻ ചെയ്യും. എനിക്ക് സമ്പാദ്യം ഒന്നുമില്ലെങ്കിലും എൻ്റെ വീട് ഞാൻ തിരിച്ചെടുത്തിട്ടില്ല, എന്നാലും ഞാൻ ചെയ്യാൻ മനസ്സാണ്. ഞാൻ എൻ്റെ വീട്ടിൽ കഥ അടച്ചിട്ടിരിക്കും. എൻ്റെ മോളും മരുമോനും വന്ന് ഫോണിൽ വിളിച്ചെങ്കിലേ ഞാൻ കഥ തുറക്കത്തുള്ളൂ. കഥ അടച്ചിട്ടിരുന്നിട്ട് ഞാൻ എല്ലാ ഞായറാഴ്ചയാകുമ്പം ഫ്രീ ആണല്ലോ, കടക്കാർ വീട്ടിൽ തിരക്കി വരും. പക്ഷേ ഞാൻ 3:30 അവിടെ നിന്ന് ട്രെയിൻ കയറും, ഇവിടെ വരും. എല്ലാ ഞായറാഴ്ചയും ഇവിടെ വന്നിരുന്നിട്ട് വൈകുന്നേരം ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലും. കടക്കാരൊതുങ്ങി. പിന്നത്തെ ദിവസങ്ങളിൽ ഇദ്ദേഹം ജോലിക്ക് പോവും, അംഗനവാടിയിലാണ് ജോലി, മോനും ജോലിക്ക് പോവും, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. കഥകടച്ചകത്ത് കയറി ഫാൻ പോലും എടുത്തില്ല, ഫാനിട്ടാൽ സൗണ്ട് കേൾക്കും വിളി. അങ്ങനെ കഴിഞ്ഞവനാണ് ഞാൻ. ഇന്ന് പൊന്നു മാതാവ് എന്നെ നല്ല രീതി ഇത്ര ഇവിടെ കൊണ്ടെത്തിച്ച്. നന്ദി, ഒരുപാട് നന്ദി. എൻ്റെ അസുഖം എനിക്ക് പൂർണ്ണമായിട്ട് മാറി. എൻ്റെ വയറ് ഡമ്മെന്ന് നിന്നെയാണ്. എന്നെ ഇപ്പോൾ ചെക്കപ്പിന് കൊണ്ടുപോയപ്പോൾ ഞാൻ മരുന്നൊന്നും മരുന്ന് കഴിക്കാൻ ഒക്കത്തില്ല. 17,000 രൂപ വേണം ബ്ലഡ് മാറണമെങ്കിൽ. ഇത്രയും കടത്തിനുണ്ടെങ്കിൽ ഞാൻ എവിടെ നിന്ന് മാറും 17,000 രൂപ? ഞാൻ ഇവരോടൊന്നും പറയാതെ അടങ്ങിയിരുന്ന്. എന്നിട്ട് ഇദ്ദേഹം എനിക്ക് തരുന്ന തൈലും ഉപ്പുവാ എൻ്റെ മരുന്ന്. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ വയറ് ഞെക്കി നോക്കിയിട്ട് പറഞ്ഞ് കൂടിക്കിടക്കുവാണല്ലോ, പെട്ടെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടോ തീരുമാനിക്കാം. ഈ ഡിപ്പാർട്ട്മെൻറ്റ് ചെല്ലുമ്പോൾ തന്നെ ഞാൻ ചോദിക്കുന്നത്, ഈ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്? ഞാൻ സിസ്റ്ററോട് ചോദിച്ചാൽ പറഞ്ഞു ഇത് ക്യാൻസറിൻ്റെ. ഞാൻ അന്നേരം ചേട്ടാ പേടിക്കല്ലേ എന്ന് പറഞ്ഞ്. അന്നേരം ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞില്ല. ഇദ്ദേഹം ഉടനെ ഉപ്പെടുത്ത് എൻ്റെ വായിലും ഇട്ട് തൈലും വെച്ച് കുരിശും വരച്ച് എൻ്റെ പള്ളയിലും വരച്ച് കയറ്റി. ഞാൻ ചോദിച്ചു, മോളെ ഇതിൻ്റെ റിസൾട്ട് എപ്പോൾ കിട്ടും? ചേട്ടാ റിസൾട്ട് അസുഖം ഉണ്ടെങ്കിൽ 3 മണിക്കൂർ. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഈ വിരലിൽ നിന്ന് ഞാൻ മുത്തമിട്ട് പ്രാർത്ഥിച്ച് അവസാനം 15 മിനിറ്റ് ആയപ്പോൾ റിസൾട്ട് വന്ന്. ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു, ഒരസുഖമില്ല, പൊയ്ക്കോളാൻ. ഞാൻ ജോലി കഴിഞ്ഞ് 4 മണിയാകുമ്പോഴാണ് പത്രം വിതരണം ചെയ്യുന്നത്. 2 ദിവസം കൊണ്ട് ഞാൻ പത്രം കൊടുത്തു തീർക്കും. അപ്പോഴാൾക്കാർ എല്ലാ മാസവും ഞാൻ ഇവിടെ വന്ന് പത്രം മേടിക്കാറുണ്ട്. ഒരു മാസം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓരോരുത്തർ എന്നെ വിളിച്ച് ചോദിക്കുക എന്താണ് പത്രം തരാത്തതെന്ന് നോക്കി. അങ്ങനെ ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കൊച്ചിന് കൈക്ക് വേദന വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. കാണിച്ചപ്പോൾ അതിനൊരു മുഴയായിരുന്നു. അപ്പോൾ അതിന് പേടിയായിരുന്നു, അത് ക്യാൻസർ വല്ലതും ആണോ എന്ന്. ഞാൻ പറഞ്ഞു പേടിക്കേണ്ട, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചോളാം. അപ്പോൾ ആ കൊച്ച് പറഞ്ഞു ചേച്ചി ഒന്ന് പ്രാർത്ഥിച്ചോണേ ചേച്ചി. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു കാശുരൂപമുണ്ട്, ഇത് കൈ വെച്ച് പിടിച്ചുകൊണ്ട് മാതാവിനെ വിളിച്ചുകൊണ്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ അത് വെച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അത് തിരിച്ചു വന്നപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു, അതിന് ഒരു കുഴപ്പവുമില്ല. അങ്ങനെ അതിവിടെ വന്ന് മാതാവിനോട് ഒന്ന് പ്രാർത്ഥിച്ചു. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും നന്ദി. സങ്കീർത്തനങ്ങൾ 23 4 മുതൽ 6 വരെ തിരുവചനങ്ങൾ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. സുപ്രഭ എന്ന ഈ സഹോദരിയും സുനിൽകുമാർ എന്ന ജീവിത പങ്കാളിയും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ നിറകണ്ണുകളോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, എങ്ങനെ ശരണപ്പെടണമെന്ന്, പൂർണ്ണമായി എങ്ങനെ വിട്ടുകൊടുക്കണമെന്ന്, യാതൊരു ആശ്രയവുമില്ലാത്തപ്പോൾ ദൈവം എങ്ങനെ കരുത്താകുമെന്ന്, സൗഖ്യമാകുമെന്ന് ഈ കുടുംബം ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവപിതാവിനും ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി പറയാം. നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ വിശ്വാസത്തിൻ്റെ വിശ്വസ്തതയിൽ ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ശരണപ്പെടുവാൻ നമുക്ക് എളിമയും താഴ്മയും തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.